ഹലോ, അസ്സലാമു അലൈക്കും. ഗുഡ് ആഫ്റ്റർനൂൺ എവ്രിവൺ. എന്തൊക്കെയാണ്? എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല സൂപ്പർ ആയിട്ട് ഹെൽത്തി ആയിട്ടല്ലേ വന്നേ? ഹലോ റിയാൻ. ഓക്കെ, എല്ലാരും എവിടെ? ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നുല്ലേ നാളെ വരുമ്പോ ക്യാമറ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്ന രൂപത്തിൽ വരണം എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് ഫ്ലോയില് ഇന്ററാക്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുക. ഇൻഷാല്ല. സോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവർ ക്യാമറ ഓൺ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പോവാം. അപ്പൊ ഒരു എനർജി പാസിങ് അവിടെ വരാനുണ്ട്. അപ്പോഴേ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ജേണി ആവുള്ളൂ അല്ലേ? സോ പറ്റുന്നവരൊക്കെയും ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ കുറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്മളെ റൂട്ട് ആൻഡ് റൈസ് എന്താണ് എന്നുള്ളത് പരിചയപ്പെട്ടു. അതിന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ പാരന്റിങ് അല്ലെ? അപ്പൊ ഇന്ന് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാമെന്നാണ് വിചാരിക്കുന്നത്. ഇൻഷാല്ലാ. സോ ആസ് എ ഹ്യൂമൻ അല്ലെങ്കിൽ ആസ് എ മദർ, നമ്മൾക്കുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്താ? ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്താ നമുക്കുള്ള? ചാറ്റ് ബോക്സ് യൂസ് ചെയ്യണം, നിങ്ങൾ അതുപോലെ റിയാക്ഷൻ ബട്ടൺ യൂസ് ചെയ്യണം, വെറുതെ ഇരിക്കരുത് കേട്ടോ. ഹായ് സിദ്ധു. ഓക്കെ, സോ നമ്മുടെ മേലുള്ള ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി വലിയ വീട് ഉണ്ടാക്കുക എന്നുള്ളതാണോ? കുറെ ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണോ? ആണോ നമ്മുടെ മേലുള്ള ഉത്തരവാദിത്തം അതാണോ? കുറെ പൈസ ഉണ്ടാക്കുക, വലിയ വീടുണ്ടാക്കുക, എന്തൊക്കെയാണ് നമുക്ക് വലിയ നല്ല ജോബ് ഉണ്ടാവുക എന്നുള്ളതാണോ ആസ് എ മദർ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നത്? അല്ല, പിന്നെ എന്താ? ആസ് എ മദർ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി എന്താ? വാട്ട് യു ഫീൽ? യാ, നമുക്ക് ഇന്ററാക്ട് ചെയ്ത് പോവണേ. നമ്മുടെ മേലിലെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ കുട്ടീനെ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റുക അല്ലെ? ഏറ്റവും നല്ലൊരു മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളെ മേലിലെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി. ദുനിയാവിലും ആഹിറത്തിലും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളിങ്ങനെ കോമൺ ആയിട്ട് പറയും അല്ലെ? അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മുടെ കയ്യിലുള്ള കുട്ടീനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മളെ മേലുള്ള ഉത്തരവാദിത്തം വരുന്നത്. നല്ലൊരു മനുഷ്യനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അല്ലേ? ആക്ച്വലി നമ്മൾക്ക് ഈ ഒരു ഉമ്മയാവാൻ പറ്റി എന്നുള്ള ആ അനുഗ്രഹം, അത് എത്ര വലിയൊരു അനുഗ്രഹമാണല്ലേ? നിങ്ങൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? മേ ബി നമുക്ക് രണ്ടും മൂന്നും നാലും ഒക്കെ മക്കളുള്ള സമയത്ത് നമുക്ക് അതിന്റെ ആ ഒരു പെയിൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ആ ഒരു മക്കൾ എന്നുള്ള ആ ഒരു അനുഗ്രഹം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ മക്കളില്ലാത്തവര് അതിനെക്കുറിച്ച് പ്രയാസപ്പെടുന്നത് കാണുമ്പോഴേക്കും മേ ബി നമുക്ക് മനസ്സിലാവുക എന്റെ കയ്യിൽ അത്രയും വലിയ സ്വത്താണ് കിടക്കണേന്നുള്ളത് അല്ലെ? അല്ലെങ്കിൽ മക്കൾ ഓരോന്ന് കാണിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും, നമ്മൾ ഷൗട്ട് ചെയ്യുന്നുണ്ടാവും, അടിക്കുന്നുണ്ടാവും, നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? പക്ഷെ മക്കളില്ലാത്ത ഒരാളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഒരു മക്കൾ അല്ലെങ്കിൽ എന്റെ കുട്ടി അൽഹംദുലില്ലാ എനിക്ക് ഇതൊക്കെ ചെയ്യാനും കാണാനും പറയാനൊക്കെ ഒരു കുട്ടി ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവാ മക്കളില്ലാത്തവരിലേക്ക് നോക്കുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മക്കളെ നമുക്ക് അനുഗ്രഹമാക്കിയിട്ട് റബ്ബ് തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഹെന്ത് പറഞ്ഞേ. എനിക്ക് മക്കളെ ഒന്നോ രണ്ടോ മൂന്നോ, എനിക്ക് എത്രയാണോ മക്കൾ അവരൊന്ന് ആലോചിച്ചിട്ട് അൽഹംദുലില്ലാ ഒന്നിങ്ങനെ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ. ആ ഫീലോട് കൂടി അൽഹംദുലില്ലാ എനിക്ക് റബ്ബ് കുട്ടീനെ തന്നല്ലോ എന്നുള്ള ഫീലോട് കൂടിയിട്ട് അൽഹംദുലില്ലാ. അപ്പോ ആക്ച്വലി എല്ലാ മതത്തിലും എന്തുണ്ട്? ഈ പാരന്റിങ്ങിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇല്ലേ? എല്ലാ മതത്തിലും പാരന്റിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ ഇസ്ലാമിലുള്ള ഒരു പാരന്റിങ് സ്റ്റൈലിൽ അതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. നമ്മളെല്ലാരും ഇബാദത്ത് ചെയ്യുന്നവരാണല്ലേ? അല്ല, ഒരുപാട് ഇബാദത്ത് അമലുകളൊക്കെ ചെയ്യുന്നവരല്ലേ? നമ്മൾ വിചാരിച്ച എന്താ? കുറെ നിസ്കരിക്കുക, ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, നോമ്പെടുക്കുക, കുറെ സിക്ർ സലാത്ത് ചെല്ലുക എന്നുള്ളത് മാത്രമാണ് ഇബാദത്ത് എന്നുള്ളത്. ആക്ച്വലി നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഇബാദത്താണ് അല്ലേ? എന്താ ഫീൽ ചെയ്യുന്നേ? നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിട്ടുണ്ടായേ? പറയൂ. നമ്മൾ ചെയ്യുന്ന അത്തരത്തിലുള്ള കർമ്മങ്ങൾ മാത്രമാണോ ഇബാദത്തായിട്ട് വരുന്നത്? അല്ല, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഓരോ ജോബുകളും അല്ലെങ്കിൽ ഓരോ വർക്കുകളും നമ്മൾ ഇന്റൻഷനലി നിയത്തോടു കൂടി ചെയ്യുന്നത്
അതൊരു ഇബാദത്താണ്, അതൊരു അമലാണ് അല്ലേ. നമ്മൾ റമദാന്റെ ക്ലാസ്സിൽ എങ്ങാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇത് ഒരു നിയത്ത് വെച്ച് ചെയ്യുന്ന, ഒരു ഇന്റൻഷൻ കൊടുത്ത് ചെയ്യുന്ന സമയത്ത് അതൊരു ഇബാദത്തായി മാറുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെ നോക്കുന്നത് വലിയൊരു ഇബാദത്താണ് അല്ലേ. വലിയൊരു ഇബാദത്തല്ലേ? എന്താ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? എനിക്ക് ആരും കാണാത്തോണ്ട് ഒരു സുഖമില്ല പറയാനായിട്ട്. ബുദ്ധിമുട്ടില്ലാത്തവർ എന്ത് ചെയ്യാം, ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് വരാട്ടാ. നമുക്ക് ഫേസിൽ നോക്കി സംസാരിക്കുമ്പോഴാണല്ലോ ഒരു സ്മൂത്ത് ആയിട്ട് പോവല്ലേ. അത് ശരിക്കും നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഫീലും മനസ്സിലാവും. ആക്ച്വലി ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്, നിങ്ങൾ എല്ലാവരും ഇവിടെ ഞാൻ വിളിച്ചപ്പോൾ കേൾക്കാൻ വന്നു എന്നുള്ളത്. നമുക്ക് ഓപ്പോസിറ്റ് കേൾക്കാൻ ആളുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരിക്കലും ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ കേൾക്കാൻ ഓപ്പോസിറ്റ് ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നത് തന്നെ വലിയൊരു സന്തോഷം, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ എല്ലാവരും വന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏതായാലും ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഷിജിയ മാം വന്നിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരും പറ്റുന്നവര് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് നമുക്ക് ഫേസിൽ നോക്കി സംസാരിക്കുമ്പോഴാണ് ആ ഒരു സുഖം വരിക അല്ലേ. അല്ലേ, ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കാൻ ഒരു സുഖം ഉണ്ടാവോ? ഇല്ല. ഓക്കെ. അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഇസ്ലാമിൽ നമുക്ക് ആ ഒരു പാരന്റിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കതൊരു അമലാണ് അല്ലേ. നമ്മൾ ചെയ്യുന്ന ഓരോ, നമുക്ക് നമ്മുടെ മക്കളെ രാവിലെ ഉറങ്ങി എഴുന്നേൽപ്പിക്കുന്ന മുതൽ നൈറ്റ് ഉറക്കുന്നത് വരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, നമ്മൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഇബാദത്താണ്. ഇതിനൊക്കെ റബ്ബ് നമുക്ക് പ്രതിഫലം തരുന്നുണ്ട് അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഒരു ദിവസം എത്ര പ്രതിഫലം നമ്മുടെ കിതാബിൽ എഴുതപ്പെടുന്നുണ്ട് അല്ലേ. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരുപാട് പ്രതിഫലം കിട്ടാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് പാരന്റിങ് എന്നുള്ളത്. ഓക്കെ. അവിടെയാണ് നമ്മളുടെ ഞാനിപ്പോ ഈ ഒരു റൂട്ട് ആൻഡ് റൈസിന് അണ്ടറിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഫോട്ടോ ഒന്ന് കാണിക്കുന്നുണ്ട്. യാ, കാണാൻ പറ്റുന്നുണ്ടോ? എന്താ അതിലുള്ള? റഹ്മ. റഹ്മ എന്നുള്ളത് കാണാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി നമ്മുടെ ഈ ഒരു പാരന്റിങ് പ്രോഗ്രാമിന് ഞാൻ ഇട്ട പേര് റഹ്മ എന്നാണ്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? നമ്മൾ ഇന്നലെ റൂട്ട് ആൻഡ് റൈസിനെ പരിചയപ്പെട്ടില്ല, അതൊരു ബ്രാൻഡ് ആണ്, അതിന്റെ അണ്ടറിൽ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രോഗ്രാം ആണ് റഹ്മ, നമ്മുടെ ഈ പാരന്റിങ് പ്രോഗ്രാം. അപ്പൊ അതിന്റെ ക്യാപ്ഷൻ, അതിന്റെ ടൈറ്റിൽ നോക്ക്, നർച്ചറിങ് ഹാർട്ട്സ് ഗൈഡിങ് വിത്ത് പേർപ്പസ് എന്നുള്ളത്. അപ്പൊ എന്റെ റഹ്മ എന്നുള്ള പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അൽഹംദുലില്ലാ. സോ നമ്മുടെ പാരന്റിങ് പ്രോഗ്രാമിന്റെ പേര് വന്നിട്ടുള്ളത് റഹ്മ എന്നാണ്. ഓക്കെ. സോ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നമ്മളുടെ ഉമ്മാനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ആലോചിച്ചില്ലേ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയില്ലേ. അതുപോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികൾ വലുതാവുന്ന സമയത്ത് നമ്മുടെ ഉമ്മ എന്ന് പറയുന്ന സമയത്ത് അവർക്കുള്ള ഒരു ഫീലിങ്സ് എന്തായിരുന്നു, അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു? പിന്നെ സെഷൻ കഴിഞ്ഞ് പോയപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ചിന്തിക്കണം എന്ന് വിചാരിച്ച് പിന്നെ വിട്ടുപോയോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കുട്ടികൾ ഇപ്പൊ ഈ ഒരു ഏജിൽ തന്നെ അവര് എന്തേലും ഒരു കാര്യം അവർ ചെയ്യും, ആലോചിച്ചിട്ടുണ്ട് അല്ലേ. ഗ്രേറ്റ്. അപ്പൊ എന്തേലും ഒരു കാര്യം അവർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചെയ്ത് തെറ്റിപ്പോയി, അപ്പൊ അവര് നമ്മളടുത്ത് വന്നത് പറയാൻ വേണ്ടി അവർ പേടിക്കുവോ, അല്ല അവർ സന്തോഷത്തോടു കൂടി വന്ന് പറയുവോ, അല്ലെങ്കിൽ അവർ കൺഫ്യൂഷൻ ഉണ്ടാവോ, അവർക്ക് ടെൻഷൻ ഉണ്ടാവോ? എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ? അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉമ്മന്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വന്ന് പറയാൻ പറ്റുമോ? ആ ഒരു ഫ്രീഡം, ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ഇടയിൽ ഉണ്ടോ? അത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ്, അല്ലെങ്കിൽ അവരുടെ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ. അതെപ്പോഴാണ് അവരുടെ ഫ്രണ്ട്സ് അവർക്ക് ക്ലോസ് ടു ഹാർട്ട് ആയത്, അവർ എല്ലാത്തിനും അവർക്ക് സപ്പോർട്ട് ചെയ്യും അല്ലേ. ഫ്രണ്ട്സ് ഒരിക്കലും നീ ചെയ്ത് തെറ്റായി, നീ അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തൽ അവിടെ ഉണ്ടാവില്ല. അവർ ആ കുഴപ്പമില്ലടാ ഞാനില്ല എന്റെ കൂടെ, ആ രൂപത്തിലേക്ക് അവര് ഇങ്ങനെ ചേർത്ത് പിടിക്കൂല, എന്ത് പറ്റിയാലും കുഴപ്പമില്ല ഞാനുണ്ട് അവന് ചേർത്ത് പിടിക്കും.
പക്ഷെ ആസ് എ പാരന്റ് നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു തെറ്റ് കുട്ടികൾ ചെയ്യാൻ ചിന്തിക്കുന്ന സമയത്ത് തന്നെ അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി നോക്കും, അല്ലെ? കറക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും, നമ്മൾ അതിനെ ഷൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കും, ചിലപ്പോൾ അടിച്ചിട്ടായിരിക്കും. ഇപ്പം ഈ അടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ശരിക്കും അത് വേണോ വേണ്ടേ? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? ഈ അടി എന്നുള്ളൊരു കാര്യം പാരന്റിങ്ങിൽ ആവശ്യമുണ്ടോ ഇല്ലയോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. ഏതായാലും നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിട്ടില്ല, നിങ്ങൾ ചാറ്റ് ബോക്സിലെങ്കിലും വരണം. വേണ്ട. ഓക്കെ. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും അടിക്കാം, അല്ലെ? അടിക്കേണ്ട അവസരം വരൂലേ? അല്ലെ? അവസരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട്, അവര് 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടെങ്കിലും അടിക്കണം എന്നല്ലേ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് മേ ബി നമുക്ക് അടിക്കേണ്ടി വന്നേക്കാം. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ആ അടിക്കുന്നതും അത് നമ്മളുടെ ഇമോഷൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണോ, അല്ല ഇസ്ലാമിൽ ശരിക്കും അത് തെറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു അടിയാണോ നമ്മൾ ചെയ്യുന്നത്? മീൻസ് നമ്മളിപ്പോ കുട്ടീനെ അടിക്കുകയാണ്, ആ ഇസ്ലാമിൽ അത് ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ളത് കൊണ്ടാണോ നമ്മൾ അടിക്കുന്നത്? അല്ല, നമ്മുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണോ ആ അടിയും ആ ഒരു ദേഷ്യമൊക്കെ വരുന്നത്? എങ്ങനെയായിരിക്കും? നമ്മൾ പലപ്പോഴും അടിക്കുന്നത് നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണോ ആക്ച്വലി നമ്മൾ തല്ലി പോണതും അതുപോലെ ചീത്ത പറഞ്ഞു പോകുന്നതൊക്കെ? എന്താണ്? പലപ്പോഴും നമ്മളുടെ, അതെ, നമ്മളുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ റിലീസ് ചെയ്യുന്ന ഒരു മോഡായിരിക്കും നമ്മൾ എന്ത് മക്കളെ അടിച്ചിട്ട് തീർക്കൂല. നമുക്ക് എന്തൊക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ മക്കൾക്ക് രണ്ട് അടി കൊടുത്താൽ, ഒന്ന് ഷൗട്ട് ചെയ്ത് ഒച്ചയിട്ടാൽ നമ്മുടെ ആ ഇമോഷൻസിന് ഹൗ ഒരു സമാധാനം കിട്ടും. അതിനു വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ദേഷ്യപ്പെടുന്നുണ്ടാവും. അല്ലാതെ തെറ്റ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ മക്കള് ചെയ്തത് റോങ് ആയി പോയത് കൊണ്ടോ ഒന്നും ആവണമെന്നില്ല. പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ റിലീസ് ചെയ്യുന്ന രൂപമാണ് മക്കളെ അടിക്കുക എന്നുള്ളത്. അവിടെയാണ് ഈ ഒരു റഹ്മാന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇത്രയും ഏജിന്റെ ഇടയിൽ എന്തൊക്കെ തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അല്ലേ? ചെറിയ തെറ്റുകളൊക്കെ ആണോ? എത്ര എത്ര വലിയ എന്തൊക്കെ തെറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, എന്തൊക്കെ തെറ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. റബ്ബ് ഒരുപാട് കാര്യങ്ങൾക്ക് ഹെറാമാക്കി വെച്ചിട്ടുണ്ട്, ഇല്ലേ? വെച്ചിട്ടില്ലേ? നമുക്ക് സിനിമ കാണരുത്, സീരിയൽസ് കാണരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേണ്ടാത്ത സാധനങ്ങൾ കാണരുത്, ഈബത്ത് പറയരുത്, കേൾക്കരുത്. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മുടെ ലൈഫില് ആ സാധനങ്ങളൊക്കെ നമ്മൾ അതുപോലെ കൃത്യമായിട്ട് അനുസരിക്കുന്നുണ്ടോ? എല്ലാം റബ്ബ് പറഞ്ഞതുപോലെ മാത്രം ഫർളും സുന്നത്തും ഹലാലായത് മാത്രം ചെയ്തിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്? അല്ല, ഒരുപാട് തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ വരുന്നുണ്ട്, അല്ലെ? ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നൈറ്റിൽ ഒന്ന് കിടക്കാൻ നേരത്ത് ഒന്ന് റിയലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ ഇന്ന് മോർണിംഗ് ടു നൈറ്റ് ആ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കണ്ടതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ കേട്ടതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പറഞ്ഞതായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ചെയ്തു പോയത്, അങ്ങനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്ന തെറ്റിനൊക്കെ പടച്ച് നമ്മളെ ശിക്ഷിക്കാൻ നിന്നാല് നമ്മൾ ഇന്ന് ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാവോ? ഉണ്ടാവോ? അവിടെ റബ്ബ് നമ്മുടെ അടുത്ത് എത്രമാത്രം കരുണയാണ് റബ്ബ് നമ്മുടെ അടുത്ത് കാണിക്കുന്നത്, അല്ലേ? അത് ആലോചിച്ചിട്ടുണ്ട് നിങ്ങള്? എത്രമാത്രം കരുണ! റഹ്മാനാണല്ലേ റബ്ബ്, റഹീമാണല്ലേ റബ്ബ്. ആ കരുണ നമുക്ക്, അത്രമേൽ കരുണ നമ്മളടുത്ത് കാണിക്കുന്നതാണ് നമ്മൾ ഇന്നും വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. നീ ഇന്ന് തെറ്റ് ചെയ്തുകൊണ്ട് നിനക്ക് ഇന്ന് ഫുഡ് ഇല്ല, നീ ഇന്ന് തെറ്റ് ചെയ്തുകൊണ്ട് നിനക്ക് ഇന്ന് ഡ്രസ്സ് ഇല്ല എന്നെങ്ങാനും റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഏതൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക? അങ്ങനെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ നമ്മൾ റബ്ബ് ശിക്ഷിക്കുന്നില്ല, നമുക്കെല്ലാം പുറത്തു തരുന്നുണ്ട്, നമുക്കൊക്കെ മാപ്പാക്കി തരുന്നുണ്ട്, നമുക്ക് നന്നാവാൻ ഇനിയും ടൈം തരുന്നുണ്ടല്ലോ. ഓരോ സെക്കൻഡും നമുക്ക് നമ്മുടെ ബെസ്റ്റ് വേർഷൻ കൊണ്ടുവരാനായിട്ടുള്ള അവസരം റബ്ബ് തരുന്നുണ്ട്. അത് നമ്മൾ കാണണ്ടേ? ശരിക്കും ഈ ഒരു റഹ്മാൻ, കരുണയുള്ളവൻ, കാരുണ്യവാൻ, നമ്മൾ രക്ഷിതാവ് എന്നാണ് നമ്മൾ റബ്ബിനെ വിളിക്കുക, അല്ലെ? അല്ലെ? രക്ഷിതാവ് എന്നല്ലേ, എന്റെ രക്ഷിതാവേ, എന്റെ റബ്ബേ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ആസ് എ പാരന്റ് നമ്മളെയും വിളിക്കുന്ന ഒരു പേരെന്താ? രക്ഷിതാവ് എന്നുള്ള പേര് നമ്മക്കും ഇല്ലേ? റബ്ബെ, ആ ഒരു രക്ഷിതാവും ഈ ഒരു രക്ഷിതാവും തമ്മിൽ എത്ര ഡിഫറൻസ് ഉള്ളല്ലേ? അല്ലെങ്കിൽ അതല്ല എത്ര ഗ്യാപ്പാ അവിടെ വരുന്നത്, അല്ലേ? ചിന്തിച്ചിട്ടുണ്ടെങ്കില്? യെസ്. അപ്പൊ ആ ഒരു ശരിക്കും ആ ഒരു റബ്ബ് എന്ന ആ ഒരു രക്ഷിതാവിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കണം നമ്മൾ എന്ന പാരന്റ്, നമ്മൾ എന്ന രക്ഷിതാവ്.
ഓക്കെ. അപ്പം കുട്ടിയുടെ മനസ്സിൽ അള്ളാഹ് എന്നുള്ളൊരു ഇമേജ് മേ ബി ഉണ്ടാവും, നമ്മൾ എന്ന രക്ഷിതാവിന്റെ ഒരു ഇമേജ് ഉണ്ടാവും. അപ്പം നമ്മൾ എന്ന രക്ഷിതാവിലൂടെ നമ്മുടെ മക്കൾ ആരെ കാണണം? റബ്ബ് സുബ്ഹാനഹു വ തആലയെ കാണാൻ വേണ്ടി പറ്റണം. ആ ഒരു കാരുണ്യം നമ്മളിൽ റിഫ്ലക്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? മനസ്സിലായോ? അപ്പൊ അവിടെ എന്ത് വേണം? അവിടെ കരുണ വേണം അല്ലേ? അവിടെ അൺകണ്ടീഷണൽ ലവ് വേണം, അറ്റൻഷൻ വേണം, ആക്സെപ്റ്റൻസ് വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം, മോർ ഓവർ പേഷ്യൻസ് വേണം അല്ലേ? സബർ വേണ്ടേ? നമുക്ക് പേഷ്യൻസ് നമ്മള് എന്താണ് അസബറു നിസ്ഫുൽ ഈമാൻ എന്ന് പറയൂലേ? എന്താണ് അതിന്റെ അർത്ഥം? ക്ഷമ എന്നുള്ളത് ഈമാന്റെ പകുതിയാണെന്നാ പറഞ്ഞത്. അപ്പൊ ഈമാന്റെ പകുതി ഒരു അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് അല്ലേ? അപ്പൊ ഈ ക്ഷമ എന്നുള്ളത് ഈമാന്റെ പകുതി ആക്കണമെങ്കിൽ അതിന് അത്രയും കഷ്ടപ്പാടുണ്ട് അല്ലെ? അപ്പൊ നമ്മുടെ ഈമാൻ പോലും പൂർണ്ണമാവണമെങ്കിൽ നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. നമുക്ക് ആക്ച്വലി ക്ഷമിക്കാനായിട്ട് ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മക്കളിലൂടെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ? നമ്മൾ ഒന്ന് പറയും ഒരു രണ്ട് പറഞ്ഞ് ഇങ്ങോട്ട് സംസാരിക്കും അല്ലെ? മുന്നത്തെ മക്കളൊക്കെ അടിച്ചാൽ പേടിപ്പിച്ച് അവിടെ ഇരിക്കും. പക്ഷെ നമ്മളൊക്കെ മേ ബി അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മളുടെ മക്കളോ, നമ്മളൊന്ന് അടിച്ചാലും ചീത്ത പറഞ്ഞാലും നിൽക്കൂല അല്ലെ? അവര് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്, അവര് തർക്കുത്തരം പറയൂലേ? അപ്പൊ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ക്ഷമിക്കാനായിട്ട്. അപ്പൊ ആ അവസരങ്ങൾ നമ്മൾ ആലോചിക്കാം, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ, എന്റെ ഈമാൻ പൂർണ്ണമാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് റീചെക്ക് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആവുന്നില്ല പറയണത്? യെസ്. സോ അപ്പൊ ഇങ്ങനെ നമ്മൾ അടിക്കാതെ ചീത്ത പറയാതെ വളർത്താന്ന് പറയുന്ന സമയത്ത് ഫുള്ളി പെർമിസീവ് ആയിട്ടല്ല എന്തും ചെയ്യാനായിട്ട് വിടുക, എല്ലാത്തിനും പെർമിഷൻ കൊടുക്കുക, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോട്ടെ, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ, അങ്ങനെ ഫ്രീ ആയിട്ട് വിടുന്നതാണോ ആക്ച്വലി പാരന്റിങ്? ഒരിക്കലും അല്ല അല്ലെ? അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. യെസ്. പക്ഷെ അവിടെ എന്ത് ചെയ്യണം? നമ്മളിപ്പോ പട്ടം കണ്ടിട്ടില്ലേ? പട്ടം നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ്. കുറെ മക്കൾ, ചെറിയ മക്കൾ എന്ത് ചെയ്യും? ഈ പട്ടമായിട്ട് വലിയ ആൾക്കാർ കളിക്കാറുണ്ട് അല്ലെ? പട്ടമായിട്ട് ഇങ്ങനെ അത് ഇങ്ങനെ കളിക്കും. എന്താ അതിന്റെ ആ ഒരു പട്ടവും ഈ ഒരു പാരന്റിങ് തമ്മിലൊരു കണക്ഷൻ? നമ്മൾ ആ പട്ടത്തിന് ഇങ്ങനെ ഫ്രീ ആയിട്ട് പറക്കാൻ വിടും അല്ലേ? ആകാശത്തോളം പറക്കാൻ വിടും. പക്ഷെ അതിന്റെ ഒരു കൺട്രോൾ, അതിന്റെ ഒരു നൂല് നമ്മുടെ കയ്യിലായിരിക്കും. നമ്മുടെ കയ്യിൽ കിടന്നുകൊണ്ട് അത് എവിടെ വേണമെങ്കിലും പറക്കാനുള്ള ഒരു അവസരം അതിനുണ്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ കുട്ടികളും. അവർക്ക് എത്ര ദൂരെ വേണമെങ്കിലും പറക്കാം, എവിടെ വേണമെങ്കിലും പോവാം. അപ്പോഴൊക്കെയും അതിന്റെ ഒരു കൺട്രോള് അത് നമ്മളുടെ കയ്യിലായിരിക്കണം. അപ്പോഴേ അതിനൊരു വിജയം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഈ പട്ടം കുറെ കൂടി ഉയരത്തിൽ പറന്നോട്ടെ, അത് ഉഷാറായിട്ട് പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആ കയർ അങ്ങോട്ട് വിട്ടാലോ എന്താവും? പിന്നെ ആ പട്ടം അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവോ? ഇല്ല, ബ്യൂട്ടിഫുൾ ആയിട്ട് പോവില്ല അല്ലെ? ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യും? എവിടെയെങ്കിലും മരത്തിൽ പോയി കുടുങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് എങ്ങനെ കാറ്റത്ത് പോയി എവിടെയോ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് എങ്ങനെ പറന്നു പോയിട്ടുണ്ടാവും. നമുക്കത് കിട്ടും, അല്ലെങ്കിൽ നിലത്ത് വീണിട്ടുണ്ടാവും. നമുക്ക് അത് കംപ്ലീറ്റ്ലി നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു രൂപം ഉണ്ടാവും അല്ലെ? ഇനി നമ്മള് ഈ പട്ടം നഷ്ടപ്പെടരുതേ എന്ന് വിചാരിച്ച് നമ്മൾ കെട്ടിപ്പൂട്ടി നമ്മുടെ കയ്യിൽ തന്നെ വെച്ചാലോ? അതിനോട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുമായി നമ്മൾ പാരന്റിങ്ങിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനൊന്ന് ലൂസ് ആയിട്ട് വിടാം, മക്കളൊന്ന് ലൂസ് ആയിട്ട് വിടാം. പക്ഷെ നമ്മുടെ ഒരു കൺട്രോൾ, നമ്മുടെ ഒരു അറ്റൻഷൻ, നമ്മുടെ ഒരു അഫെക്ഷൻ അവിടെ അവർക്ക് അവരുടെ കൂടെ ഉണ്ടാവണം. അവർക്കത് ഫീൽ ചെയ്യണം. ഫീലിങ്സിന്റെ അടുത്താണ് ഇമ്പോർട്ടൻസ്. നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട്, നമ്മൾ നന്നായി സ്നേഹിക്കണം, നമ്മൾ ജീവിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കുട്ടികൾക്ക് മനസ്സിലാവണം, എന്റെ ഉമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആൾക്ക് എന്നെ ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ അടുത്തൊക്കെ ഉമ്മക്ക് നമ്മൾ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് എന്റെ ഉമ്മക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്ന മക്കളായിരിക്കും നമ്മളുടെ മക്കള്. അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആലോചിക്കും എന്റെ ഉമ്മ ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് കുട്ടികൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റുമോ? അങ്ങനെ കോൺഫിഡൻസ് ഉള്ളവരുണ്ടോ? എന്റെ ഉമ്മ ആണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ എന്റെ ഉമ്മക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് നമ്മുടെ കുട്ടികൾ പറയും എന്ന് കോൺഫിഡൻസ് ഉള്ളവർ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. ജസ്റ്റ് എനിക്ക് ഒരു തംസപ്പോ അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു യെസ്സോ എന്തേലും വിടാം. ഒന്നും കാണില്ല, ആർക്കും കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാണ്. ഓക്കെ, ഫൈറുന്നച്ച മാമിന് കോൺഫിഡൻസ് ഉണ്ട്. ഗ്രേറ്റ്. ഞാനും വിശ്വസിക്കുന്ന എന്റെ മോനും പറയും എന്റെ മമ്മ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ മമ്മക്ക് എന്നുള്ളത് എന്റെ മോൻ പറയും എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് വിശ്വസിക്കാലോ അല്ലെ? ആ ഒരു കോൺഫിഡൻസ് എന്റെ അകത്തുണ്ട്. അവൻ എന്ത് പറയും എന്ന് എനിക്കറിയൂല,
പക്ഷെ അങ്ങനെ അവൻ പറയും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ എനിക്കത് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എന്റെ പാരന്റിങ്ങിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളായിരിക്കുമല്ലോ അല്ലെ. ഞാൻ അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അവനെ കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ അവർക്ക് അഫെക്ഷൻ കൊടുക്കുന്നുണ്ട്, അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള കോൺഫിഡൻസ് എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ ഇവിടെ കുറച്ച് പേര് പറഞ്ഞു അൽഹംദുലില്ലാ. അപ്പൊ അത് അതുപോലെ നിലനിന്ന് പോവട്ടെ അല്ലെ. പിന്നെ അങ്ങനെയല്ല, കോൺഫിഡൻസ് കുറവുള്ളവർക്ക് എവിടേക്കോ എന്തൊക്കെയോ ഇനിയും സെറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണല്ലോ അല്ലെ. അല്ലെ. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് റീബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റട്ടെ ഇൻഷാ അല്ലാ. സോ നമ്മള് ഇസ്ലാമില് പാരന്റിങ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പട്ടം പോലെ ഇങ്ങനെ അയച്ചു വിടുകയല്ല, നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു കൺട്രോൾ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മക്കളിൽ എന്തെങ്കിലും തെറ്റ് കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ചെയ്യണ്ടേ അല്ലെ. കറക്റ്റ് ചെയ്യണ്ടേ. ഈ കറക്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അവരൊരു കണക്ഷൻ ഉണ്ടാവണം. നമ്മളും മക്കളും ഒരു ഹാർട്ട് ടു ഹാർട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് അവിടെ ഉണ്ടാവണം. ആ ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് ഇല്ലാതെ നമ്മൾ മക്കള് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളും അവരും തമ്മിൽ ഗ്യാപ്പ് കൂടുക ചെയ്യാം. കാര്യം നമ്മൾ അവർ തമ്മിൽ ആ ഒരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ഇല്ല. എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തൽ, എന്ത് ചെയ്താലും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങോട്ട് പോയത് ഇങ്ങോട്ട് വരരുത്, അങ്ങനെ എല്ലാം ബ്ലോക്ക് ഇടുക, എപ്പോഴും ഒരു കറക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല, മീൻസ് ആ ഒരു ലവ് ഒരു അഫെക്ഷൻ അവിടെ ഫീൽ ചെയ്യണില്ല. എപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമാണെങ്കിൽ ആ ഒരു റിലേഷൻ സ്മൂത്ത് ആയിരിക്കുമോ, അവിടെ ഒരു ബോണ്ടിങ് സ്ട്രോങ് ആയിരിക്കുമോ? ഇല്ല. നമുക്ക് കറക്റ്റ് ചെയ്യണം. ആസ് എ പാരന്റ് നമ്മുടെ ഉത്തരവാദിത്തമാണ് കറക്റ്റ് ചെയ്യാന്നുള്ളത്. ആ കറക്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ അവിടെ ഒരു റഹ്മ ഉണ്ടാവണം, ഒരു കരുണ ഉണ്ടാവണം അല്ലേ. നമുക്ക് ആ പറഞ്ഞു കൊടുക്കുന്നതിന് മയൊക്കെ ഉണ്ടാവണം അല്ലേ. അങ്ങനെയല്ല ഇങ്ങനെയാണ് ട്ടോ ചെയ്യേണ്ടതെന്ന് പറയുന്നതിൽ ഒരു മയൊക്കെ വരുമ്പോഴാണ് അവിടെ ഒരു ബോണ്ടിങ്, ആ ഒരു കണക്ഷൻ ആവുന്നത്. അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മള് നമ്മളെ മക്കൾ തമ്മിൽ ഗ്യാപ്പ് കൂടി നമ്മൾ രണ്ടും രണ്ടറ്റത്താവുന്ന രൂപത്തിലായിപ്പോകും. സോ എപ്പോഴും ആ ഒരു റഹ്മ, ആ ഒരു കാരുണ്യം, കരുണ എന്നുള്ളത് നമ്മുടെ, അത് ഈ ഒരു മക്കളെ റിലേഷൻ മാത്രല്ലേ, ഈ നമ്മൾ എന്ന പേഴ്സൺ ഒരുപാട് സ്ഥലങ്ങളിൽ പാരന്റിങ് നടത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികളിൽ മാത്രമല്ല, നമ്മുടെ സിബ്ലിങ്സിൽ നമ്മളെക്കാൾ ചെറിയവരുണ്ടാവൂലേ നമ്മുടെ സിബ്ലിങ്സ്, അവരെ നമ്മൾ ഒരു ഉമ്മ, ഒരു ആ ഒരു രീതിയിൽ ഒരു പാരന്റിങ് ഫിഗർ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഈവൻ നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യാണ്, നമ്മൾ അണ്ടറിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നമുക്കൊരു പാരന്റിങ് ഫിഗർ വരുന്നുണ്ട്. ഓക്കെ, നമുക്കൊരു അതോറിറ്റി, ഒരു പവർ അവിടെ വരുന്നുണ്ടല്ലോ. ഈവൻ നമ്മളൊരു ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ കൂടെ അവരൊരു പാരന്റിങ് ഫിഗർ ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല പാരന്റ്, നമുക്ക് ഒരുപാട് ഏരിയയിൽ നമ്മളെ ഒരു പാരന്റിങ് ഫിഗർ ആയിട്ട് നമ്മൾ മാറുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെയും നമുക്ക് ഈ ഒരു റഹ്മ, ഈ ഒരു കാരുണ്യം നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഓക്കെ. നമ്മളിപ്പോ പറഞ്ഞതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു ദുനിയാവ് ഫുൾ ബിൽഡ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ഒരു റഹ്മ കാണാൻ വേണ്ടി പറ്റുമല്ലോ, എല്ലായിടത്തും ഒരു കാരുണ്യം കാണാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പൊ ആ ഒരു റഹ്മ നമ്മളുടെ പാരന്റിങ്ങിലും ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഹദീസുകളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും, കരുണയുള്ളവിടുത്തെ റബ്ബ് നമ്മളടുത്ത് കരുണ കാണിക്കുള്ളൂ. നമുക്ക് കരുണ ഉണ്ടെങ്കിൽ റബ്ബ് നമ്മളടുത്ത് കരുണ കാണിക്കുള്ളൂ എന്നുള്ള ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ കരുണയുള്ളവരാകുമ്പോഴേ നമ്മുടെ കുട്ടികൾ കരുണയുള്ളവരാവുള്ളൂ. അതുപോലെ നമ്മുടെ മേലെ റബ്ബിന്റെ ഒരു കരുണ വേണമെങ്കിൽ, ആ ഒരു റഹ്മ വേണമെങ്കിൽ നമ്മളിൽ ആ റഹ്മ ഉണ്ടാവണം, നമ്മളത് കൊടുത്തോണ്ടിരിക്കണം. ക്ലിയർ? അതുപോലെ നമ്മുടെ ഈ ഒരു റഹ്മ എന്നുള്ള സാധനത്തിന് ഞാൻ ഒന്ന് എലാബറേറ്റ് ചെയ്യട്ടെ. ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ട് RAHMA, റഹ്മാൻ ഒന്ന് എലാബറേറ്റ് ചെയ്ത് നോക്കിയാലോ. നോക്കിയാലോ. യെസ്. അപ്പൊ എന്ന് വരുന്നത് റേസ് വിത്ത് റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. ഒരു അമാനത്താണ് നമ്മുടെ കുട്ടികളിലെ, നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളുടെ കുട്ടി നമ്മുടെ കയ്യിൽ തന്നെ വന്നു പെട്ടു അല്ലെ. മറ്റേതോ രാജ്യത്തോ മറ്റേതോ സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ അടുത്ത വീട്ടിലോ, നമ്മളെ വീട്ടിൽ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സിന് ഒന്നും വരാതെ എന്റെ കുട്ടി എനിക്ക് തന്നെ വന്നു അല്ലെ. എന്റെ കയ്യിൽ തന്നെ, എന്റെ വയറ്റിൽ തന്നെ വന്നു അല്ലെ. അതെന്തുകൊണ്ടായിരിക്കും? അത് അടുത്ത വീട്ടിലെ കുട്ടി ആയിട്ടില്ല, അല്ലെങ്കിൽ എന്റെ സിബ്ലിങ്സിന്റെ കുട്ടികളായിട്ടില്ല, അത് എന്റെ കുട്ടി തന്നെ ആയിട്ട് വന്നു. എന്തുകൊണ്ടായിരിക്കും? റബ്ബിനറിയാം ഈ കുട്ടീനെ നോക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിനൊരു പാരന്റ് ആയിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇതിനെ ലീഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾക്കായിരുന്നു. എന്റെ മോനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത് എനിക്കാണ്. എനിക്ക് അവനെ നന്നായി കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് റബ്ബ് അവനെ എന്റെ വയറ്റിൽ തന്നെ കൊണ്ടുവന്നിട്ടത് അല്ലെ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഓരോ മക്കൾക്കും ഏറ്റവും ബെസ്റ്റ് പാരന്റ് ആണ് നമ്മളും. നമ്മൾ മറ്റാളെ നോക്കുന്ന സമയത്ത് അയ്യോ അവർക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് കൊടുക്കാൻ പറ്റണില്ലല്ലോ, ആ കുട്ടീനെ നോക്കാം, ആ കുട്ടീനെ അവർക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് ആ സാധനം കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പം
അപ്പം അവർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് എന്റെ കുട്ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത്തരത്തിലുള്ള മേ ബി ടെൻഷൻസോ അല്ലെങ്കിൽ എന്റെ സിബ്ലിങ്സ് അവരുടെ കുട്ടികളെ നോക്കുന്ന പോലെ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന സാധനങ്ങൾ പോലെ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള മേ ബി ചിന്തകളൊക്കെ നമുക്ക് വന്നേക്കാം. പക്ഷെ അതിന്റെ ആവശ്യമില്ല. എന്റെ കുട്ടിക്ക് എന്താണോ ആവശ്യം അത് എന്നിലൂടെ റബ്ബ് കൊടുത്തോണ്ടിരിക്കും. അതിന് അവൻക്ക് അത്രേ വേണ്ടുള്ളൂ, അല്ലെങ്കിൽ അവൻ അത്രയും വേണം. അതുകൊണ്ടാണ് ആ കുട്ടി എന്റെ കയ്യിൽ തന്നെ വന്നു പെട്ടത്. നിങ്ങൾക്ക് ആ സാധനം മനസ്സിലായോ? ക്ലിക്കായോ? അപ്പം റബ്ബ് നമുക്ക് തന്നൊരു അമാനത്താണ് നമ്മളുടെ കുട്ടികള്. അപ്പൊ അതിന് ആ അമാനത്തായിട്ട് ഇത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിന് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുപോകണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി എന്റെ മേലുണ്ട്. നമുക്ക് റബ്ബ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് അറിവുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് പൈസ തന്നിട്ടുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്, മറ്റു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനൊക്കെ കുറിച്ച് റബ്ബ് നമ്മളോട് എന്ത് ചെയ്യും? നീ നിന്റെ ആരോഗ്യം എന്ത് ചെയ്തു, നീ നിന്റെ അറിവ് എന്ത് ചെയ്തു, നീ നിന്റെ മുതൽ എന്ത് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരൂല്ലേ? വരൂല്ലേ? അതിൽ ഡൗട്ട് ഉണ്ട് ആർക്കേലും? എന്തായാലും നമ്മള് നാളെ മരിച്ചു പോകുന്ന സമയത്ത് റബ്ബ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. നീ ഈ കാര്യങ്ങളൊക്കെ വെച്ച് എന്താണ് ചെയ്തത്, നിന്റെ അറിവ് വെച്ച് എന്താണ് ചെയ്തത്, നിന്റെ സമ്പത്ത് വെച്ച് എന്താ ചെയ്തത്, നിന്റെ ആരോഗ്യം വെച്ച് എന്താ ചെയ്തത് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരും. അതുപോലെ റബ്ബ് നമ്മളെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ മക്കള്. ഇത്രയും നല്ലൊരു പ്യുവർ ഫോം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മക്കൾ അത്രയും പ്യുവർ ഫോമിലാണ് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്. പിന്നെ ആ കുട്ടി എന്തായി തീരണം തീരുമാനിക്കുന്നത് നമ്മളാണെന്നൊക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റബ്ബ് ചോദിക്കും നമ്മളടുത്ത്, ഇത്രയും പ്യുവർ ആയിട്ടുള്ള ഇത്രയും എന്താണ് അൽ ഫിത്ര ആ രൂപത്തിൽ നമുക്ക് തന്നിട്ടുള്ള മക്കളെ ഞാൻ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നീ എന്ത് ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ റബ്ബ് നമ്മുടെ അടുത്ത് ചോദിക്കൂലേ? ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ഉത്തരം നമ്മൾ പറയാം? അതിനൊരു കോലത്തിലാക്കിയിട്ടുണ്ടാവില്ലേ നമ്മള് തിരിച്ചു കൊടുക്കാനാകുന്ന സമയത്തേക്ക്? അല്ല, നല്ല ഭംഗിയായിട്ട് റബ്ബ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതിന്റെ പേർപ്പസ്. നമ്മൾ ഓരോരുത്തരും ജനിച്ചു വീഴുന്ന സമയത്ത് നമ്മളുടെ മേലെ റബ്ബിനൊരു പേർപ്പസ് ഉണ്ട് ഇല്ലേ? നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യേണ്ട, ഒരുപാട് ആൾക്കാരിലേക്ക് വെളിച്ചം എത്തിക്കണം, അങ്ങനെ ഓരോ പേർപ്പസ് ഓരോരുത്തരും ഉണ്ട്. അപ്പൊ അതൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് തന്നെയാണോ നമ്മൾ തിരിച്ചു പോകുന്നേ എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മുടെ മക്കളെ നമ്മൾ ആ ഒരു പേർപ്പസ് ഫില്ല് ചെയ്യുന്ന രൂപത്തിൽ, ഫുൾഫിൽ ചെയ്തിട്ട് പോകുന്ന രൂപത്തിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ്, തന്നെ റബ്ബ് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെ നോക്കി നടത്തേണ്ടതായിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ സ്കൂട്ടായി പോലെ അതൊരു ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി നോക്കുവോ? നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് നടന്നാൽ ആ പ്രോഗ്രാം ഭംഗിയായിട്ട് നടക്കുള്ളൂ അല്ലെ? അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മക്കള് ഏറ്റവും ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വരുന്നത് ആണ് അറ്റാച്ച്മെന്റ് വിത്ത് ലവ്. അവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ, ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാവണം അല്ലെ? നമ്മുടെ മക്കളും തമ്മിൽ ഞാൻ ഉമ്മ ആണ്, ഓക്കെ, നീ എന്റെ കുട്ടിയാണ്, അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടാ മതി, ആ രൂപത്തിൽ നമ്മളൊരു ബോസി ആവരുതല്ലേ? ആവാൻ പറ്റുമോ? റബ്ബ് നമ്മളെ ഏൽപ്പിച്ചതാണ്, നാളെ ചോദിക്കും നമ്മളെ അടുത്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഒരുപാട് മുറിവേൽപ്പിച്ച ഹൃദയവുമായിട്ട് പോകുന്ന രൂപത്തിലാവരുത് അല്ലേ? അപ്പം ആ ഒരു കണക്ഷൻ ബോണ്ടിങ് എപ്പോഴും മക്കളും തമ്മിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത് എച്ച് വരുന്നത് ഹീൽ വിത്ത് പേഷ്യൻസ്. നമ്മൾ പറഞ്ഞല്ലേ സബറിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പൊ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ക്ഷമ കൊണ്ട് നമ്മൾ ഹീൽ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, നമ്മൾ എപ്പോഴും പറയും ഞാൻ ക്ഷമിക്കുന്നുണ്ട്, ഞാൻ ക്ഷമിക്കും എന്ന് പറഞ്ഞിട്ട് ആ ക്ഷമയൊക്കെ കൂടി ഒരു നാള് പൊട്ടിത്തെറിയായിട്ട് മാറുന്നത്. അപ്പൊ അത് ക്ഷമയാവൂല. അത് നമ്മളിങ്ങനെ സപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ക്ഷമിച്ച് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വിടുന്ന സമയത്ത് നമുക്കത് ഓട്ടോമാറ്റിക്കലി ഹീൽ ആവും. ക്ഷമിക്കുന്നില്ല, നമ്മൾ അതിനെ സപ്രസ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഒരു ദിവസം എന്ത് ചെയ്യും? എല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്ന അവസരങ്ങൾ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ടോ? യെസ്. അത് നമ്മുടെ പാരന്റിങ്ങിൽ മാത്രമല്ല, മറ്റ് നമ്മുടെ റിലേഷനിൽ പല ഇഷ്യൂസ് വരുന്ന സമയത്ത് ഞാൻ കുറെ ക്ഷമിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവിടെ ക്ഷമ നടക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഓട്ടോമാറ്റിക്കലി ഹീൽ ആകും. അതൊക്കെ ഒരു പ്രശ്നമായി മാറൂല. അവിടെ ക്ഷമ നടക്കാത്തത് കൊണ്ടാണ് എന്താണ് പിന്നീട് അതൊരു കുക്കർ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലേക്ക് ആയി മാറുന്നത്. സോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഹീൽ ചെയ്ത ഓട്ടോമാറ്റിക്കലി ഹീൽ ആവുന്ന രൂപത്തിലേക്ക് മാറ്റണം. പിന്നെ വരുന്നത് എം ആണ്, മോഡൽ വിത്ത് ദീൻ. നമ്മളുടെ മക്കളുടെ ദീന്റെ മോഡൽ നമ്മളാവണം. നമുക്കറിയാം, നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചിട്ടുണ്ട് 7 വയസ്സായാലും നിസ്കാരത്തിന് നമ്മൾ എന്ത് ചെയ്യണം? പരിശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. അത് നമ്മളെ മൈൻഡിൽ ഉണ്ടല്ലേ? 10 വയസ്സായിട്ട് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കണം. അത് നമ്മളെല്ലാരും കൃത്യമായിട്ട് ഫോളോ ചെയ്യും.
പക്ഷെ അതിന് മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്, 7 വയസ്സ് മുതൽ എന്ത് ചെയ്യണം, പ്രാക്ടീസ് കൊടുക്കണം അല്ലെ. അത് നമ്മൾ ചെയ്യാറുണ്ടോ? ഇപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ദീനിൽ ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ട് അല്ലെ. അതൊക്കെ നമ്മൾ ഈ ഒരു ഏജിൽ തന്നെ പ്രാക്ടീസിങ് കൊടുത്തിട്ട് അത് പിന്നെ 10 വയസ്സ് കഴിഞ്ഞിട്ടും ചെയ്തിട്ടില്ലെങ്കിലാണ് നമ്മൾ അടിക്കേണ്ടത്. പക്ഷെ നമ്മൾ കണ്ടത് ആ അടിക്കണം എന്ന് പറഞ്ഞത് മാത്രം, അതിന് മുന്നിൽ പ്രാക്ടീസ് കൊടുക്കണം എന്നുള്ള സാധനം അത് നമ്മുടെ മൈൻഡിൽ വെച്ചിട്ടില്ല. ആണോ? ആണോ? യെസ്. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ തന്നെ അവർ 0 to 7 ഏജ് നമുക്ക് പറഞ്ഞു വരാം. അപ്പം ആ ഒരു ഏജിൽ നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് മോഡലിംഗ് ആണോ ചെയ്തത്, അത് മാത്രമേ പിന്നീട് 8 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു വരുള്ളൂ. അപ്പൊ ആ ഒരു ഏജിൽ തന്നെ നമ്മൾ മോഡൽ ആവണം അവരുടെ. നല്ല സ്വഭാവത്തിൽ പെരുമാറുന്നത്, നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കണം. നിസ്കാരത്തിന് നമ്മൾ കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നമ്മൾ ഓരോ നേരവും നിസ്കരിക്കുന്നതും അതിനോട് കാണിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും മക്കൾക്ക് മനസ്സിലാവണം ഈ ഒരു കുഞ്ഞു പ്രായത്തിൽ. അപ്പൊ അവർ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ ഫോഴ്സ് ചെയ്യാതെ നമ്മൾ അടിക്കാതെ അവർ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്തോളും, നിസ്കരിച്ചോളും. അതുകൊണ്ടാണ് ഈ ഒരു ഏജിൽ പരിശീലിപ്പിക്കണം എന്ന് പറയുന്നത്, പ്രാക്ടീസ് കൊടുക്കണം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നമ്മളായിരിക്കണം അവരുടെ ഒരു റോൾ മോഡൽ ആയിട്ട് വരേണ്ടത്. പിന്നെ വരുന്നതാണ് റഹ്മാന്റെ ലാസ്റ്റ് ലെറ്റർ എ, അലൈൻ വിത്ത് അള്ളാഹ്. റബ്ബുമായിട്ടൊരു കണക്ഷൻ നമ്മൾ ചെറിയ ഏജ് മുതൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എപ്പോഴും എന്ത് ചെയ്താലും റബ്ബ് കാണുന്നുണ്ട് കേട്ടോ. ഈ ചെയ്തത് അത് നന്നായിട്ടുണ്ടാവും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എന്റെ മോനെ സ്വർഗത്തിൽ അള്ളാഹ് കൊണ്ടുപോകും. ആ രൂപത്തിൽ എന്ത് തെറ്റ് ചെയ്താലും എന്ത് നന്മ ചെയ്താലും അത് റബ്ബ് കാണുന്നുണ്ട് കേട്ടോ, അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ തെറ്റ് ചെയ്താലും അത് റബ്ബിന് ഇഷ്ടമല്ല. അപ്പൊ എന്റെ മോൻ നെക്സ്റ്റ് ടൈം അത് ശ്രദ്ധിക്കണേ. അപ്പൊ ആ രൂപത്തിൽ എന്തും നമുക്ക് റബ്ബുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റണം. അതൊക്കെയാണ് നമ്മൾ ഈ റഹ്മ ജേണിയിലൂടെ ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ഒരു സ്പിരിച്വൽ പാരന്റിങ് ആണ്. നമുക്കിപ്പോ ജനറൽ പാരന്റിങ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് നമ്മൾ ശീലിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, നമുക്ക് എവിടെ നിന്നൊക്കെയോ അതിന്റെ അറിവുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ റഹ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി സ്പിരിച്വൽ പാരന്റിങ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിനുള്ള ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് നമ്മളുടെ ഹിസ്റ്ററിയിൽ നോക്കുന്ന സമയത്ത്, ചരിത്രത്തിൽ നോക്കുന്ന സമയത്ത് മഹാന്മാരിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. അവരൊക്കെ മഹാന്മാരായതിന്റെ പിന്നില് അവരുടെ ഉമ്മ കൊടുത്തൊരു ഗൈഡൻസ് ആയിരിക്കും അല്ലെ. അല്ലെ, ഒരു ഉമ്മന്റെ കൈ എത്താത്ത, അല്ലെങ്കിൽ ഉമ്മന്റെ ഒരു ഗൈഡൻസ് കിട്ടാത്ത കിട്ടിയ കുട്ടികളായിരിക്കും ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവാം. നമുക്ക് ഹിസ്റ്ററികളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന, ഇപ്പം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവര് പിൽക്കാലത്ത് വലിയൊരു ഇമാമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഗൈഡ് ആയിട്ട് മാറിയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു പാരന്റിങ് കൊണ്ട് തന്നെയാണ്. മുത്തുനബി അവരോട് കൂടെ കളിക്കുമായിരുന്നു അല്ലെ. അപ്പൊ ഒരു ചരിത്രത്തിലുണ്ട്, മുത്തുനബി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മക്കൾ എന്ത് ചെയ്തു, സുജൂദിലായിരിക്കുന്ന സമയത്ത് മക്കൾ കയറി പുറത്ത്. ആ മക്കൾ അവരിന്ന് ഇറങ്ങുന്നത് വരെ മുത്തുനബി അവിടെ സുജൂദിലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ വന്ന് പുറത്ത് കയറി എന്തായിരിക്കും നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ? അവിടെ ഒരു ഉഹുദോ ബദറോ ഒക്കെ നടക്കൂലേ. പക്ഷെ മുത്തുനബി അങ്ങനെ എന്തേലും ചെയ്തോ? അവിടെ ക്ഷമയോടെ ഇരുന്നു, മക്കൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ ഇരുന്നു. അവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ആ ഒരു നേർച്ചറിങ് കാണാൻ വേണ്ടി പറ്റും ഇല്ലേ. കാണാൻ വേണ്ടി പറ്റൂലേ? ഒരു സ്വഹാബി മുത്തുനബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുത്തുനബി മക്കളുമായിട്ട് ഇങ്ങനെ കളിക്കുമായിരുന്നു, അവർക്ക് ഇങ്ങനെ കിസ്സൊക്കെ ചെയ്ത് ഹഗ്ഗൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു മോഡൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വഹാബി വന്നിട്ട് മുത്തുനബിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കുറേ മക്കളുണ്ട്, പക്ഷെ ഞാൻ അവരാരും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്നുള്ള. നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഹദീസ്, ഒരു ചരിത്രം കേട്ടിട്ടില്ലേ? അപ്പം ഞാൻ അവരെ ആരും ഇതുവരെ ചുംബിച്ചിട്ടില്ല എന്ന് മുത്തുനബി പറയുന്നുണ്ട്. അപ്പൊ എന്താണ് ആ സ്വഹാബി പറയുന്നുണ്ട്. അപ്പൊ മുത്തുനബി എന്തായിരുന്നു അവരുടെ തിരിച്ചു പറഞ്ഞത്? കരുണ ചെയ്യാത്തവരുടെ മേലില് റബ്ബിന്റെ കരുണ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട് അല്ലേ. യെസ്. അപ്പം മക്കളടുത്ത് കരുണ ഉണ്ടാവുക, നമ്മുടെ ചുറ്റുള്ള ആൾക്കാരുടെ കരുണ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ എപ്പോഴും മക്കളടുത്ത് അവർ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ശിക്ഷിക്കാൻ അർഹത വേണമെങ്കിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാത്ത മുത്തക്കി ആവണം. ഒന്ന് സെൽഫിനോട് ചോദിച്ചു നോക്കിക്കേ, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത മുത്തക്കിയാണോ എന്നുള്ളത്. ആയിരിക്കുവോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല. നമ്മൾ എന്തായാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മക്കളെ അടിക്കാനോ ഷൗട്ട് ചെയ്യാനോ ഉള്ള ഒരു ഒരു എന്താണ് ഒരു ചാൻസും അവിടെ ഇല്ല എന്നുള്ളതാണ്.
പകരം നമ്മൾ അവിടെ പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് ആണ് കൊടുക്കേണ്ടത്. അവിടുത്തെ കൃത്യമായിട്ട് ഡിസ്കസ് ആണ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് എപ്പോഴും നമ്മളൊരു സേഫ് പ്ലേസ് ആയിരിക്കണം അല്ലെ. എന്തും തുറന്ന് പറയാനുള്ള, എന്ത് തെറ്റ് വന്നാലും അല്ലെങ്കിൽ എത്ര സന്തോഷം ഉണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഒക്കെ വന്ന് പറയാൻ വേണ്ടി പറ്റും ഒരു സേഫ് പ്ലേസ് ആയിട്ട് നമ്മൾ ആസ് എ പാരന്റ് മാറാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കറക്ഷൻ ചെയ്യുന്നതിന് മുന്നേ അവരുടെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ് ബി വൺ ഓഫ് ദം. അവരിൽ ഒരാളായിട്ട് നമ്മൾ മാറണം. നമ്മൾ ഈ ഒരു വലിയൊരു ഭൂതക്കണ്ണാടി വെച്ച് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത്, ഇത്രയും വലിയൊരു കണ്ണ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ ഒരു ഏജ് ലെവലിൽ നിന്നിട്ടായിരിക്കും മക്കളെ അനലൈസ് ചെയ്യുന്നുണ്ടാവാം. അവർ ശരിക്കും മക്കൾ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞ ഡിഫറൻസ് എന്താ? നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ മക്കൾക്ക് എന്തില്ല, ആ ചിന്തിച്ച് ചെയ്യാനുള്ള ഒരു പാകത ആയിട്ട്. അതാണ് ചെറിയ മക്കളും ചെറിയ കുട്ടികളും വലിയ ആൾക്കാരും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കാര്യം തെറ്റാണ്, പക്ഷെ മക്കൾക്ക് അത് തെറ്റാണ് എന്ന് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാനുള്ള ഒരു പാകത എത്തിയിട്ടില്ല. അതാണ് അവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കുട്ടിക്ക് മനസ്സിലാവാത്തോണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അവിടെ ഷൗട്ട് ചെയ്യുന്നിടത്തും അവിടെ അടിക്കാനാണ് നമ്മൾ വരുന്നത് എങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ അവിടെ എന്തല്ല, നമ്മുടെ കുട്ടി ചെയ്ത തെറ്റിനെയല്ല, നമ്മുടെ ഇമോഷൻസിനെ അവിടെ എന്ത് ചെയ്യാണ്, റിലീസ് ചെയ്യുന്ന പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ എപ്പോഴും അവർക്കൊരു മോഡൽ ആയിരിക്കണം. നമ്മളിപ്പം ഇസ്ലാമിന്റെ കാര്യത്തിലായാലും മറ്റേതൊരു കാര്യത്തിലായാലും നമ്മൾ എപ്പോഴും അവർക്കൊരു മോഡലാണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. പിന്നെ സ്പെൻഡ് ടൈം വിത്ത് ദം. അവരുടെ കൂടെ ഒരു ദിവസം ഒരു 15 മിനിറ്റ് അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ബാക്കി ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കംപ്ലീറ്റ്ലി മക്കൾക്ക് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക. അപ്പോഴേ നമ്മളൊരു പാരന്റ് ആവുള്ളൂ. വെറുതെ പ്രസവിച്ചിട്ട് കുറെ ഫുഡ് കൊടുത്ത് കുറെ ടോയ്സ് വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പാരന്റ് ആവില്ല അല്ലെ. പാരന്റിങ് എന്നുള്ളത് ശരിക്കും അത്രയും ഒരു ഡിവൈൻ ആയിട്ടൊരു പ്രോസസ്സാണ്. ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മള് ഒരു രാജ്യം ഭരിക്കുന്നതിനെക്കാട്ടി, ഒരു രാജാവ് രാജ്യം ഭരിക്കുമല്ലോ, അതിനെക്കാട്ടിലും ഡിഫിക്കൽട്ട് ആണ് ശരിക്കും ഒരു കുട്ടീനെ പ്രസവിച്ച് അതിന് വേണ്ട പരിപാലനമൊക്കെ കൊടുത്ത് കൃത്യമായ ഗൈഡൻസ് ഒക്കെ കൊടുത്ത് ഏറ്റവും നല്ലൊരു വ്യക്തിയാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടാവുമല്ലോ. ആ ഒരു പ്രോസസ്സ് ഒരു രാജാവിന് ഇത്രയും രാജ്യവും ഇത്രയും ആൾക്കാരെയും അത്രയും കാര്യങ്ങൾ നയിക്കുന്നതിനെക്കാട്ടിലും ടഫാണ് ഒരു ഉമ്മാക്ക് ഒരു കുട്ടീനെ നന്നായി ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക എന്നുള്ളതും. ക്ലിയർ ആയി. അപ്പൊ അത്രയും വലിയൊരു പ്രോസസ് ആണ് പാരന്റിങ് എന്നുള്ളത്. സോ നമ്മൾ എപ്പോഴും അവിടെ ഒരു കെയർഫുൾ ആയിരിക്കുക എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഇമാം ഷാഫിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ, ആള് ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നല്ല ദാരിദ്ര്യത്തിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടുണ്ടായത്. അവരുടെ ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, എത്ര ദാരിദ്ര്യമാണെങ്കിലും എന്റെ കുട്ടി ഏറ്റവും ബെസ്റ്റ് ആയി മാറണം, ഈ ദീനിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സ്കോളർ ആയിട്ട് മാറണം എന്നുള്ള രീതിയിൽ ഒരു ഇന്റൻഷൻ ആ ഉമ്മ വെക്കുകയും പിൽക്കാലത്ത് അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത ആളൊരു ഇമാമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മള് ഈ എന്താണ്, ദീനിൽ തന്നെ ഇമാമായിട്ട് സ്കോളറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് ആ ഉമ്മ അതിനെ എങ്ങനെ ഗൈഡ് ചെയ്തു. ഇപ്പൊ ദാരിദ്ര്യമാണ്, ഫുഡില്ല, നമുക്ക് മറ്റ് സൗകര്യങ്ങളില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, ആ ലെവലിൽ മാത്രം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താവൂല, പിൽക്കാലത്ത് ഇത്രയും വലിയ സ്കോളർ ഉണ്ടാവുമായിരുന്നോ? ഇല്ല. അവിടെ ആ ഒരു ഉമ്മ കൊടുത്തിട്ടുള്ള ഗൈഡൻസ് ആണ് ആ കുട്ടീനെ അല്ലെങ്കിൽ ഇമാം ഷാഫിനെ ഇത്രയും വലിയ സ്കോളറാക്കി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ നമ്മൾ അങ്ങനെ ഏതൊരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിലും, പിന്നെ നമുക്ക് എന്താണ്, ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഒരു ചരിത്രം ഇല്ലേനോ? നമ്മള് ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാജ്യം ഭരിക്കുക, ആ സമയത്ത് രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു ഉമ്മാവും പാല് വിൽക്കുന്ന ഒരു ചരിത്രം. ഉമ്മാവും മോളും കൂടെ സംസാരിക്കുകയാണ്. ഉമ്മ പറയാണ് മോളടുത്ത്, നീ പാലിന്റെ അകത്ത് വെള്ളം ചേർക്കാണ്, നമുക്ക് ഒന്നും കൂടെ ലാഭം ഉണ്ടാക്കാലോ, കുറച്ചും കൂടെ നമുക്ക് വിൽക്കാലോ എന്നുള്ളത് പറയുന്ന സമയത്ത് ആ മോള് പറയുന്നുണ്ട്, ഇത് ഉമർ കാണുന്നില്ലേലും റബ്ബ് സുബ്ഹാനഹു വ തആല കാണുന്നുണ്ടല്ലോ എന്നുള്ള സാധനം അവിടെ പറയുന്നുണ്ട്. ഈ നന്മ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിച്ചുള്ള ആ ഉമ്മാന്റെ പേരക്കുട്ടിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പാരമ്പര്യം, ഇപ്പം നമ്മൾ ആസ് എ പാരന്റ് നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ് ആണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം അതൊരു ജനറേഷൻ ആയിട്ട് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുന്നുണ്ട്.
നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് നമ്മുടെ ആ ഒരു വാല്യൂസ്, ആ മോറൽസ് ഒക്കെ നമുക്ക് എന്താണോ കിട്ടിയത് അതാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ പറഞ്ഞു വരുന്നത് അവരുടെ ഗ്രാൻഡ് പാരന്റ് അത്രയും നല്ല രീതിയിൽ ചിന്തിക്കുകയും ആ മോറൽസിന്റെ വാല്യൂസിനെ മുറുകെ പിടിച്ച് പോകുന്ന ആളായതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഈ ഉമർ ബിൻ അബ്ദുൽ അസീസ് സെക്കൻഡ് ഉമർ ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ജസ്റ്റിസ് ആയാലും ലക്ഷറീസ് ഒക്കെ മതിയാക്കി ഒരു രാജാവാണല്ലോ, ആ രാജ്യത്തിന് ഭരിക്കുന്ന ആളാണല്ലോ. പക്ഷെ ലക്ഷറീസ് ഒക്കെ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ്ലി രാജ്യത്തിന് വേണ്ടി സറണ്ടറൻസോട് കൂടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ നമ്മുടെ പാരന്റിങ് അത്രമേൽ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത്രയും മാത്രം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടില്ലേ? ഉണ്ടോ? ഉണ്ടോ? നമ്മളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് പാരന്റിങ് കിട്ടിയവരാണോ? അല്ല അല്ലെ? നമുക്കൊക്കെ ഒരുപാട് നമ്മൾ ഇപ്പോഴും ചിന്തിക്കും എനിക്ക് ഒന്നുകൂടി ബെറ്റർ പാരന്റിങ് കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഒന്നുകൂടി കെയർ അവിടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ, എനിക്ക് ഒന്നും കൂടി ലവ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്നർ ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. അത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡിവൈൻ പാർട്ടിനാണ് ഇന്നർ ചൈൽഡ് എന്ന് പറയാം. ആ ഇന്നർ ചൈൽഡിന് ഒരുപാട് വൂൺസുകൾ ഏറ്റിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ചെറിയ കാലത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ ഒരു ചോക്ലേറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും മേ ബി. അതൊക്കെയും ആ ചോക്ലേറ്റ് അന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ കിട്ടിയിട്ടില്ല, അത് ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു വൂണ്ടായിട്ട് കിടക്കുന്നുണ്ടാവും. നിങ്ങൾ അതിനെ പറ്റിയൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇന്നർ ചൈൽഡിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, എനിവേ, അപ്പൊ നമുക്ക് നമ്മളുടെ ചെറുപ്പകാലത്തിൽ കിട്ടിയിട്ടുള്ള പല ഇമോഷണൽ വൂൺസും ഇപ്പോഴും നമുക്കൊരു സ്നേഹം കിട്ടാത്ത പോലെ, അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടാത്ത ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായ സമയത്ത് അത് ഇപ്പോഴും നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും അത്തരത്തിലെ ട്രോമാസ് നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴും എനിക്ക് എന്തോ ശരിയാവണില്ല, എന്നെ ആരും സ്നേഹിക്കണില്ല, അങ്ങനെയുള്ള ഒരു ഫീലിങ്സ് ഒക്കെ, എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ സെറ്റ് ആവാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറില്ലേ? യെസ്. അതൊക്കെ ആക്ച്വലി നമ്മൾ ഇപ്പൊ കോൺഷ്യസ്ലി ചെയ്യുന്നതാവണം എന്നില്ല. അതൊക്കെ നമ്മുടെ ഇന്നർ ചൈൽഡ്, നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ആ ഇന്നർ ചൈൽഡ് ഫോം ആവണത് 0 to 7 ഏജിലാണ്. 0 എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉമ്മ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആക്ച്വലി ഫോം ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ബ്രെയിൻ ഒക്കെ അവിടെ ഓൾറെഡി ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് 7 വയസ്സ് വരെ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, തന്നെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിന്റെയൊക്കെ ബേസിലാണ് ഇന്നർ ചൈൽഡ് ഫോം ആവുന്നത്. അപ്പോൾ ആ ഇന്നർ ചൈൽഡിന്റെ സമയത്ത്, ആ ഒരു നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ പോയ പല സ്നേഹവും, പല അണ്ടർസ്റ്റാൻഡിങ്ങും, പല അഫെക്ഷനും നമുക്ക് ഇപ്പോഴും മിസ്സാവുന്നുണ്ട്. അപ്പൊ ഇപ്പോഴും നമുക്ക് ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ ആളുടെ അറ്റൻഷൻ ഒന്നുകൂടെ എനിക്ക് വേണം, ഒന്നുകൂടെ ആളെന്നെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉമ്മ ഒന്നുകൂടെ എന്നെ സ്നേഹിക്കണം, എന്തോ ഒരു ഫുൾഫിൽ ആവാത്ത പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് എവിടെയോ ആ ഇന്നർ ചൈൽഡിന് പറ്റിയിട്ടുള്ള വൂണ്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ കുട്ടികൾ എന്താവരുത് അത്തരത്തിലുള്ള ഇന്നർ ചൈൽഡ് വൂണ്ട് ഉള്ളവരായി പോവരുത്. ഓക്കെ, അവരെല്ലാം ഫുൾഫിൽ ആയിട്ടില്ല ഹാപ്പി. ഇപ്പോ പറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്നേഹം കിട്ടാത്ത കുറവുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടി പറ്റൂല. ഇപ്പം ഫോർ എക്സാമ്പിൾ, സെക്കൻഡ്. ഓക്കെ, സോറിയാ. അപ്പോ ഈ 0 to 7 ഏജിന്റെ സമയത്ത്, ആ സമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറയണത്. അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങള്, നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ അനുഭവത്തിന്റെ ബേസിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കറിയാം എല്ലാം അവിടെ പിടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സാധനമാണല്ലേ. അപ്പൊ അവിടെ കുറെ ഇമേജസ് ആയിട്ടും കുറെ ഇമോഷൻസ് ആയിട്ടും അതൊക്കെ അവിടെ സ്റ്റോർ ആയി നിൽക്കും, നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ. ഇപ്പൊ നമ്മുടെ കുട്ടികളെ വെച്ച് നോക്കാട്ടെ, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇമേജസ് ആയിട്ടും ഇമോഷൻസ് ആയിട്ടും അവിടെ സ്റ്റോർ ആയി വെക്കും എന്നുള്ളതാണ്. അങ്ങനെ കണ്ടിന്യൂസ്ലി ആ ഒരു ഇമേജസും ഇമോഷൻസും ഒക്കെ അവിടെ സ്റ്റോർ ആയി അതൊരു അവരുടെ ഒരു വിശ്വാസമായിട്ട് മാറും. പിന്നീട് അത് കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കോർ ബിലീഫ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അപ്പം ഈ 7 വയസ്സ് വരെ എന്തൊക്കെ അനുഭവങ്ങളിലൂടെയാണോ അവർ പോയിട്ടുള്ളത്, അതാണ് അവരുടെ വിശ്വാസമായിട്ട് മാറുന്നത്. അതിനെക്കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് അവിടെ എടുത്തു വെക്കും. ഓക്കെ,
ആ അനുഭവങ്ങളുടെ ഒക്കെ ഒരു ബ്ലൂ പ്രിന്റ് അവിടെ എടുത്തു വെക്കുകയും പിന്നീട് അവർ അതിന്റെ ബേസിലായിരിക്കും പെരുമാറുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ആൺകുട്ടികൾ കരയരുത്, അല്ലേ? ബോയ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണം, ആൺകുട്ടികൾ അങ്ങനെ കരയരുത് എന്നുള്ള സാധനം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അതങ്ങനെ കണ്ടിന്യൂസ്ലി കേൾക്കുന്ന ഒരു കുട്ടി വലുതായിട്ട് പല സിറ്റുവേഷൻസിലൂടെ പോകുന്ന സമയത്തും ആ കുട്ടിക്ക് കരയാൻ പറ്റില്ല. ആ ഇമോഷൻസിനെ സപ്രസ് ചെയ്ത് വെക്കും ആ കുട്ടി, അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാര്യം പണ്ട് കേട്ടിട്ടുള്ളത്, ആ ഒരു കോർ ബിലീഫായി മാറിയിട്ടുള്ളത് ആൺകുട്ടികൾ കരയാൻ വേണ്ടി പാടില്ല, അവരെല്ലാം സഹിക്കണം എന്നുള്ളതാണ്. അതുപോലെ പെൺകുട്ടികൾ പുറത്തു പോകരുത്, അല്ലെങ്കിൽ പെൺകുട്ടികൾ അങ്ങനത്തെ കളികൾ കളിക്കരുത്, ഇത്തരത്തിലുള്ള കാര്യം, ഇത്തരത്തിലുള്ള ടോയ്സ് വെച്ചേ പെൺകുട്ടികൾ കളിക്കാൻ പാടുള്ളൂ, അങ്ങനെ കുറെ സാധനങ്ങൾ, കുറെ സ്റ്റീരിയോ ടൈപ്പ് ആയിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ പുറത്തു പോകരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള കുറെ സാധനങ്ങൾ. പിന്നെ അതുപോലെ ഈ മണീനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. പൈസ അധികം ഉണ്ടായിക്കൂടാ, പൈസ ഉണ്ടായ അഹങ്കാരം വരും, മാത്രമല്ല പൈസ അധികം ചെലവാക്കിക്കൂടാ, അങ്ങനെ കുറെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ബിലീഫ്സ് നമുക്ക് ഉണ്ടാവും അല്ലെ? ഉണ്ടാവാറുണ്ടോ ഇങ്ങനെ മണി റിലേറ്റഡ് ആയിട്ട്? പൈസ അധികം ഉണ്ടായിക്കൂടാ, അധികം ചെലവാക്കാൻ പറ്റാതെ എപ്പോഴും നമ്മളിങ്ങനെ സേഫ് ആക്കി സേവ് ചെയ്ത് വെക്കേണ്ട ഒരു സാധനമാണ്, അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോ ഈ പണ്ട് കാലത്തൊക്കെ നമുക്ക് ഇത്രത്തോളം നമുക്ക് സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് നമ്മൾ പാരന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, നമ്മൾ പൈസ അധികം ചെലവാക്കരുത്. ഇപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അത് ചെലവാക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കോർ ബിലീഫ് ആയിട്ട് മറ്റേ സാധനം മാറിയിട്ടുണ്ട്. പണ്ട് നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡില്, അല്ലെങ്കിൽ ആ ഒരു കോർ ബിലീഫ് ആ ഒരു സമയത്ത് സെറ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് പൈസ ചെലവാക്കാൻ പറ്റില്ല. ഇന്നും നമ്മുടെ വിശ്വാസം എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, എനിക്ക് കൂടുതൽ പഠിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നേടാനൊന്നും എനിക്ക് പറ്റൂല, എനിക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ, പെൺകുട്ടികളായി ഇത്ര ഇങ്ങനെ ഒതുങ്ങി നിൽക്കണം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ അതൊരു കോർ ബിലീഫായി മാറുന്ന സമയത്ത് പിന്നീട് നമുക്ക് അതിന്റെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല, നമുക്ക് അത് ഓവർകം ചെയ്ത് വരാൻ വേണ്ടി പറ്റൂല. ആ ഒരു 8 വയസ്സിന് ശേഷം 7 വയസ്സ് വരെ എന്താണോ കിട്ടിയത് അതാണ് പിന്നീട് 8 വയസ്സ് മുതൽ നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറുന്നത്. നമ്മളിപ്പോ ഒരു സ്പഞ്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങനെ കുടിച്ചെടുക്കുമല്ലേ സ്പഞ്ച്, അതുപോലെ എല്ലാ കാര്യങ്ങളും കണ്ടതും കേട്ടതും അറിഞ്ഞതും അനുഭവിച്ചതും ഒക്കെ ഈ ഒരു 7 വയസ്സുള്ള സമയത്ത് ആ സ്പഞ്ച് അബ്സോർബ് ചെയ്യുന്ന പോലെ എല്ലാ അനുഭവങ്ങളും ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്ത് അബ്സോർബ് ചെയ്ത് എടുത്തിട്ട് 8 വയസ്സിന് ശേഷം അവരെന്ത് ചെയ്യും, അതൊക്കെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ആ രീതിയിൽ പെരുമാറാൻ തുടങ്ങും. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും അപ്പൊ തന്നെ ഷൗട്ട് ചെയ്യുന്ന പാരന്റ് ആണെങ്കിൽ, അപ്പൊ തന്നെ അടിക്കുന്ന പാരന്റ് ആണെങ്കിൽ, ആ കുട്ടി 7 വയസ്സ് വരെ ഈ പാരന്റിനെ പേടിച്ച് മേ ബി മിണ്ടാതെ അനങ്ങാതെ നല്ല കുട്ടിയായിട്ടിരിക്കാം. 8 വയസ്സ് മുതൽ ആ കുട്ടി റിബലായി മാറാൻ വേണ്ടി തുടങ്ങും. കാര്യം ആ കുട്ടിക്ക് കിട്ടിയിട്ട് ആ 7 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ എന്താണ്, എന്താണ് ഇങ്ങനെ റിബൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കണ്ടാല് പെട്ടെന്ന് ഷൗട്ട് ചെയ്യുക, പെട്ടെന്ന് റിബൽ ആവുക എന്നുള്ള സാധനമായിരുന്നു ആ കുട്ടിക്ക് കിട്ടിയ അനുഭവങ്ങൾ. അപ്പൊ പിന്നീട് അവരെന്ത് ചെയ്യും, ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള അനുഭവങ്ങൾ എടുത്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, നമുക്ക് 85 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം വരെ ജീവിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മുടെ ഈ ഒരു 0 to 7 ഏജിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ ബേസിലാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണല്ലേ. അത് ഇതാണ് ആക്ച്വലി അതിന്റെ കാരണം. ആ ഇന്നർ ചൈൽഡിന് ഏൽക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് എന്ത് ചെയ്യുന്നത്, റിഫ്ലക്ട് ചെയ്ത് വരുന്നത്. അതുപോലെ ഈ ഒരുപാട് ആൾക്കാർക്ക് ക്രിയേറ്റിവിറ്റി ഒക്കെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷെ എനിക്കെന്തോ പറ്റണില്ല, എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റണില്ല എന്ന് തോന്നലുണ്ട് നിങ്ങൾക്ക്? എനിക്കെന്തോ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല, അങ്ങനെ തോന്നലുണ്ടോ? യെസ്. അത് എന്തുകൊണ്ടായിരിക്കും? ആക്ച്വലി ഈ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്താണ്, ആ ഇൻഡിവിജ്വാലിറ്റി ഒക്കെ വരുന്നത് ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലാണ് കിടക്കുന്നത്. ഓക്കെ. പിന്നീട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഒരുപാട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നിറഞ്ഞ് വരുന്ന സമയത്ത് ഈ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരൂല, അത് ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഈ ഇന്നർ ചൈൽഡിന് ഏറ്റിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ശരിക്കും വലുതായാൽ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ, പല ബ്ലോക്കുകൾ അവിടെ സംഭവിക്കും. അപ്പൊ നമ്മൾ കെയർഫുൾ ആവേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ബ്ലോക്സുകൾ, വൂൺസുകൾ കൊടുക്കാതെ അവർ ഏറ്റവും പ്യുവർ ഫോമിലാക്കിയിട്ട് അവർ അമാനത്താണ് എന്നുള്ള ബോധത്തിൽ തന്നെ നമ്മൾ അവർ കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ അത് സില്ലി ആയിട്ട് നമ്മൾ വിടും. പക്ഷെ അതൊക്കെ നമ്മുടെ മക്കളുടെ വലുതായാലും അവരെ റിഫ്ലക്ട് ചെയ്യുന്ന രീതി, അതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും അറിയുന്ന സമയത്ത് നമ്മൾ പിന്നെ അവരൊന്നും പറയൂല, നമ്മൾ അത്രയും ടേക്ക് കെയർ ചെയ്യും. നമുക്ക് അതിനെക്കുറിച്ച് അറിവ് നമുക്ക് കുറവായതുകൊണ്ടാണ് നമുക്ക് നമ്മൾ എന്തും ചെയ്തു പോണത്. സോ അവരെ ഫ്യൂച്ചറിൽ അവർക്ക് ഒരു സിറ്റുവേഷൻ വന്നാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റൂല, എന്ത് കാര്യം നേരിടാൻ വേണ്ടി പറ്റൂല, ഒരു പുതിയൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റൂല. ഒരു കാര്യം ചെയ്യാതെ ഇങ്ങനെ പേടിച്ച് ഒതുങ്ങി നിൽക്കുന്ന മക്കളെ ആണോ നമുക്ക് വേണ്ടത്? അല്ല, എല്ലാത്തിനും ധൈര്യത്തോടു കൂടി എന്ത് വന്നാലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ മുന്നേറുന്ന മക്കളെയല്ല നമുക്ക് വേണ്ടത്.
അപ്പം ആ രൂപത്തിലേക്ക് ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇന്നർ ചൈൽഡ് വൂണ്ട് കൊടുക്കാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം കല്യാണം ആവാന്നിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ അവരുടെ അനുഭവത്തിൽ നിന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞത് അല്ലേ. അവിടെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഭയങ്കര നീറ്റായിട്ട് നിൽക്കണം, എന്തേലും അവരെന്തേലും പറഞ്ഞ് നമ്മൾ മിണ്ടാതെ കേട്ടിരിക്കണം, നമ്മൾ വേണം ക്ഷമിക്കാനായിട്ട്. അല്ലെങ്കിൽ അവിടുത്തെ ഉമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര ഒരു ഫിഗർ ആണ്, ആ രൂപത്തിൽ കുറെ മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒക്കെ അമ്മായിയമ്മ പറഞ്ഞ ഇങ്ങനെ വലിയ എന്തോ ഒരു സാധനമാണ്. അതുപോലെ അവിടെ എന്താണ് പെങ്ങന്മാരൊക്കെ നമ്മളിങ്ങനെ ബഹുമാനിച്ച് ഇങ്ങനെ കാല് തൊട്ട് നിൽക്കണം, നമ്മൾ അവരടുത്തൊന്ന് തിരിച്ചു പറയാൻ പാടില്ല, ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നുള്ള കുറെ മെസ്സേജ് നമ്മൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ശരിക്കും നമ്മൾ എന്നിട്ട് ആ റിയൽ ലൈഫിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ നല്ലൊരു ഉമ്മ ആണെങ്കിൽ കൂടിയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ കൊടുത്ത് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചൊരു സാധനം ഉണ്ടല്ലേ, അമ്മ പറഞ്ഞ എന്തോ ഒരു സംഭവമാണ്, എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ പെരുമാറ്റം അവിടെ വരുന്നുണ്ടാവാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുന്ന സാധനവും അങ്ങനെ ആയിരിക്കും. പിന്നെ ആ ഒരു കണക്ഷൻ ഒക്കെ അവിടെ പോയി വേറൊരു രൂപത്തിലൊക്കെ നമ്മുടെ ലൈഫ് ആയി മാറും. സോ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കൊടുക്കുന്ന മെസ്സേജ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഇപ്പൊ ചെറിയ മക്കളുള്ളവർ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ സെറ്റ് ആയി വരികയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ മാക്സിമം പോസിറ്റിവിറ്റി മാത്രം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം കേൾക്കുക, നല്ലത് മാത്രം ചെയ്യാന്നുള്ളതൊക്കെ പറയൂല, നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതൊക്കെ പറയണത് ഈ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് ഇത്രയും ഉള്ളത് കൊണ്ടാണ്. മാത്രല്ല ഇപ്പോ നമുക്ക് നമുക്ക് എത്രമാത്രം സ്നേഹമാണോ നമ്മുടെ പാരന്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അത് മാത്രമേ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ പാരന്റിന് ഒട്ടും സ്നേഹം കിട്ടാത്തൊരു പാരന്റ്, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ മരിച്ചു പോയിട്ട് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ മരിച്ചു പോയിട്ടുണ്ട്, എനിക്കിപ്പോ ഒരു കുട്ടി ആയിട്ടുണ്ട്, എനിക്ക് മേ ബി ആ ഒരു സ്നേഹം അവിടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സിറ്റുവേഷൻസ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കുട്ടികളെ സ്നേഹിക്കാൻ വേണ്ടി പറ്റൂല, അല്ലെങ്കിൽ അവർക്ക് വേണ്ട അഫെക്ഷൻ എങ്ങനെയാണോ അവർ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ആ രൂപത്തില് ഒരു ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്യും. കാര്യം ഇവർക്ക് കിട്ടിയിട്ടില്ല, ഈ പാരന്റിന് വേണ്ടത്രോളം സ്നേഹം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് അറിയുന്നില്ല എങ്ങനെ അത് കൊടുക്കണം, എന്താണ് കുട്ടിയുടെ നീഡ് എന്ന് മനസ്സിലാവാതെ അവിടെ ബുദ്ധിമുട്ടാവും. സോ അങ്ങനെ ഒരുപാട് സ്റ്റീരിയോ ടൈപ്പ് ആയിട്ട് ഒരുപാട് സാധനങ്ങൾ നമ്മളിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിളോട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നീന്തല് നീന്തൽ അറിയുന്നവരുണ്ടോ ഇവിടെ? നീന്തൽ അറിയുന്നവരുണ്ടോ? ഉണ്ട് അല്ലേ? ഓക്കെ. നീന്തൽ അറിയുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ കുട്ടികളെ നീന്താൻ അയക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, അവരിറങ്ങിയാലും കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എനിക്ക് പോയി അതിനെന്ത് ചെയ്യും, സേവ് ചെയ്യാം എന്നുള്ള തോട്ട് ഉണ്ടാവും അല്ലെ. നീന്തൽ അറിയാത്ത ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ ഒരാൾക്കും അവരുടെ കുട്ടിയെ നീന്താൻ അയക്കാൻ ധൈര്യം ഉണ്ടാവോ, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവോ? പേടിയുണ്ടാവും. വിച്ച് മീൻസ് നമുക്കുള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്കുള്ളതേ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, നമുക്കുള്ളതേ നമുക്ക് എന്താണ് ആ അനുഭവങ്ങളെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളെ മക്കൾക്ക്. സോ നമുക്ക് മാക്സിമം അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം, നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അവിടെ ഇപ്പൊ നമ്മൾ ഓൾറെഡി നമുക്ക് നമ്മുടെ ഇന്നർ ചൈൽഡിലേക്ക് പോയിട്ട് ഇപ്പം നമുക്ക് ചെറുപ്പത്തിലേക്ക് പോലും ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ, ഇല്ല അല്ലെ. ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, അങ്ങനെയല്ല നമ്മുടെ ഓരോ പെരുമാറ്റങ്ങളും കുട്ടികളെ ഒരുപാട് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള സാധനം നമുക്കിപ്പോ മനസ്സിലായിട്ട്, അപ്പൊ നമ്മൾ നമ്മളുടെ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സെൽഫ് പാരന്റിങ് ചെയ്യാന്ന്, നമുക്ക് തന്നെ നമുക്ക് പണ്ട് കിട്ടാതെ പോയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നമ്മുടെ സെൽഫിന് ഇപ്പൊ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് സെൽഫ് പാരന്റിങ്. മനസ്സിലായോ? നമ്മൾ നമ്മുടെ കുട്ടികളെ പാരന്റിങ് ചെയ്യല്ല, നമ്മൾ നമ്മളെ തന്നെ സെൽഫ് പാരന്റിങ് ചെയ്യാം. ഒറ്റ സെക്കൻഡ്, ഇപ്പൊ വരുന്ന ഡോർ അടച്ചോട്ടെ, മാമി വന്ന് തുറന്നിട്ടിട്ട് പോയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മളെ സെൽഫ് പാരന്റിങ് ചെയ്യാന്നുള്ളതാണ് നമ്മളിപ്പം ഇനി ചെയ്യേണ്ട കാര്യം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് വന്നിട്ടുള്ള വൂൺസ് ഒക്കെ ഉണക്കി മാറ്റി നമ്മളെ ആ സപ്രസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിലീസ് ചെയ്ത് നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഹാപ്പിനെസ് അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഒട്ടും സന്തോഷം, നമ്മൾ എപ്പോഴും സാഡാണ്, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നവരാണെങ്കിലും ഒരിക്കലും നമുക്ക് അടുത്ത ആൾക്ക് ഹാപ്പിനെസ് കൊടുക്കാൻ വേണ്ടി പറ്റൂല. അടുത്ത ആ ഒരു ലവും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാൻ വേണ്ടി പറ്റൂല. നമ്മൾ എപ്പോഴും ഹാപ്പി ആണെങ്കിൽ, സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം അടുത്തത്തേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ, പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബക്കറ്റിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അടുത്താക്ക് ആ വെള്ളത്തെ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ബക്കറ്റ് എംറ്റി ആണെങ്കിൽ അതിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ?
ഓൾറെഡി അത് എംപ്റ്റി ആണ്. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്താക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. അപ്പൊ അതുപോലെ നമ്മളുടെ അകത്ത് ആ ഒരു സ്നേഹം, ആ ഒരു അൺകണ്ടീഷണൽ ലവും അഫെക്ഷനും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കുട്ടിയിലേക്ക് അത് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഇതൊക്കെ നമ്മളുടെ അകത്ത് ഫില്ല് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടുണ്ടായത്. മനസ്സിലായോ? നമ്മൾ കുട്ടികളെ നന്നാക്കുന്ന കാര്യമല്ല പറഞ്ഞത്, നമ്മൾ എങ്ങനെ സെറ്റ് ആവാം, നമ്മൾ എന്ന പാരന്റ് എങ്ങനെ സെറ്റ് ആവാം എന്നുള്ളതാണ്. അതും സ്പിരിച്വലി. ഓക്കെ, നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പിരിച്വലി അത് നമുക്ക് ഇബാദത്തായിട്ട് മാറുന്ന രൂപത്തിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം ഈഗോ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലർ പറയും ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ എല്ലാത്തിലും സെറ്റാണ്, നീ ശരിയല്ല, നീ ചെയ്യാതെ തെറ്റായി, ഇത് തെറ്റായി, മറ്റേ തെറ്റായി, പക്ഷെ ഞാൻ എന്ത് ചെയ്താൽ അത് ഓക്കെയാണ്. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ, നീ അടുത്ത ആൾ എന്ത് ചെയ്താലും തെറ്റാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്താലും ഓക്കെയാണ്. ഐ എം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അത്തരത്തിലുള്ള ഈഗോ സ്റ്റേറ്റ് ഉള്ളവരുണ്ടാവും. ചിലര് യു ആർ ഓക്കെ, ഐ എം നോട്ട് ഓക്കെ. അതൊക്കെ നിനക്കൊണ്ട് പറ്റും, എനിക്ക് ഒന്നും പറ്റൂല, എനിക്ക് പേടിയാണ്, എനിക്ക് പറ്റൂല, അത് എനിക്ക് ചെയ്യാൻ പറ്റൂല, അതൊക്കെ നിനക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്കേ പറ്റുള്ളൂ, അങ്ങനെ കഴിവുള്ളവർക്കേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉള്ളവർക്കേ പറ്റുള്ളൂ, എനിക്കതൊന്നും പറ്റൂല, എനിക്കതൊന്നും പറ്റൂല, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെ. എന്നെ കൊണ്ടൊന്നും പറ്റൂല, പക്ഷെ അടുത്തൊക്കെ പറ്റും. അതും ഒരു ഈഗോ സ്റ്റേറ്റ് ആണ്. പിന്നെ ചിലതുണ്ട് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും ഓക്കെ അല്ല, നീയും ഓക്കെ അല്ല. അങ്ങനെയുള്ള ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഈ ഈഗോ സ്റ്റേറ്റ് ഒക്കെ ഫോം ചെയ്യുന്നത് ഈ ഒരു 0 to 7 ഏജിലാണ്. മനസ്സിലായോ? അത്ര അപ്പൊ കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്നാണ് അവര് തീരുമാനിക്കുക എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്റെ ജീവിതം ഇങ്ങനെ തന്നെയാണ് എന്നുള്ള ആൾ തീരുമാനിക്കുന്ന ആ ഒരു സമയത്ത് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ്. പിന്നീട് അവരുടെ ലൈഫിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ട് ഒതുങ്ങി കൂടി അങ്ങനെ ജീവിക്കണം. ജീവിതം എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ഇങ്ങനെ ഒതുങ്ങി സങ്കടപ്പെട്ട് വിഷമിച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ ജീവിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കേണ്ടവരാണോ നമ്മള്? അല്ല അല്ലേ? നമ്മളെല്ലാവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട് അല്ലേ? യെസ്. അങ്ങനെ ജീവിക്കാൻ നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് ഹീൽ ചെയ്ത് പോവേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹീൽ ചെയ്ത് പോവണം എന്നുള്ളതാണ്. സോ നമ്മൾ ഇത്രയും കാലം പോയിട്ടുള്ള ആ ഒരു ചെയിൻ ഉണ്ടല്ലോ, നമ്മളിപ്പോ കൊറോണ ടൈമിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്രേക്ക് ദ ചെയിൻ അല്ലേ? കേട്ടിട്ടില്ലേ? കൊറോണ ടൈമിൽ അതുപോലെ ഒരു ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള പ്രോസസ് ആണ് നമ്മൾ റഹ്മയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്ത് വന്നത് നമുക്ക് കിട്ടിയിട്ടില്ല പാരന്റിങ്, അവർ ചെയ്ത് നമ്മൾ പാരന്റ്സിനൊന്നും പറയാൻ പറ്റില്ല, കാര്യം അവർക്ക് കിട്ടിയ സാധനം അവർ തന്നുകൊണ്ടിരിക്കണത് അല്ലേ? അപ്പൊ അതിന് മുന്നേ കിട്ടും. അപ്പൊ എത്രയോ കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്ന സാധനങ്ങൾ ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ ജനറേഷനിലെ മക്കൾക്ക് ആ പണ്ട് 50 വർഷം മുമ്പേയുള്ള പാരന്റിങ് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ കൊടുക്കാൻ നിന്നാലോ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോയില്ലേ? സോ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് നമ്മളെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ഓട്ടോമാറ്റിക്കലി മക്കൾ സെറ്റായി വന്നോളൂ. അപ്പൊ ആ ഒരു ചെയിനെ ബ്രേക്ക് ചെയ്ത് പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം, പുതിയ കാര്യങ്ങൾ ശീലമാക്കാം, പുതിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറാം, നമ്മുടെ കുട്ടികളെ ഏറ്റവും ബെസ്റ്റ് ആക്കി മാറ്റാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ചെയിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ അടുത്തൊരു സാധനം പഠിച്ച് നമ്മൾ അത് സെറ്റ് ആവുന്ന സമയത്ത് അത് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിന് മാത്രമാണോ ഗുണം ഉണ്ടാവുക? നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ലൈഫ് സെറ്റായി, അത് നമ്മുടെ കുട്ടികളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, അവരുടെ ലൈഫ് സെറ്റ് ആവുന്നു, അവരുടെ കുട്ടി ഇനിയുള്ള ജനറേഷനിലേക്ക് ഈ സാധനങ്ങളെ പോലെ അങ്ങനെ പറയാം. ഓക്കെ. അപ്പൊ ഇനി എത്രയോ കാര്യങ്ങളിലേക്കുള്ള സാധനങ്ങൾ നമ്മളിപ്പോ പഠിക്കുന്നതിലൂടെ മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഇമ്പോർട്ടൻസ് മനസ്സിലായി, അത് എത്രമാത്രം പവർ ഉണ്ടെന്ന് മനസ്സിലായോ? ക്ലിയർ. അപ്പൊ ഇൻഷാല്ല അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് നമ്മുടെ ആ ഒരു പാരന്റിങ് സ്റ്റൈലിനെ മാറ്റുന്നതിലൊക്കെ. അപ്പം ഈ റഹ്മയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ സെഷൻസ് കൊടുക്കുന്നതിന്റെ അപ്പുറത്ത് വളരെ ചുരുങ്ങിയ ആൾക്കാർ മതി, വളരെ കുറച്ച് പേർ അവരുടെ കാര്യങ്ങൾ കേട്ട്, അവരുടെ ഇന്നർ ചൈൽഡിന്റെ കാര്യങ്ങൾ കേട്ട്, അവരുടെ എക്സ്പീരിയൻസ് കേട്ട്, അങ്ങനെ ആ ഒരു പേഴ്സണൽ സാധനം ഉണ്ടല്ലോ, ആ ഒരു കണക്ഷൻ എല്ലാവർക്കും സംസാരിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാം. നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നു, അതിന് എന്താണോ വേണ്ടത് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നു. അപ്പൊ ആ രൂപത്തിൽ ഒരു പ്രോപ്പർ ട്രാൻസ്ഫോർമേഷൻ. കുറെ ലെക്ചർ ചെയ്ത് പോവാ, കുറെ കാര്യങ്ങൾ കിട്ടി, കുറെ പഠിച്ചു, എന്നിട്ട് ആ കോഴ്സ് കഴിയുമ്പോൾ കിതാബ് കൂട്ടി വെച്ച് പോവാ എന്നുള്ളതല്ല. ഇതവിടെ ലൈഫ് ലോങ് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. നമ്മൾ അത് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്യേണ്ടതാണ്. അത്തരത്തിലൊരു അമാനത്തായിട്ടാണ് ഈ ഒരു റഹ്മാനെ ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ? അപ്പോൾ അൽഹംദുലില്ലാ എനിക്ക് അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം എന്റെ ഒരു ഉത്തരവാദിത്തമാണ് അത് എന്നിലൂടെ മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഈ റഹ്മയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കിട്ടിയൊരു അവസരമാണ് അല്ലേ? അപ്പൊ അതിനെ നിങ്ങൾ യൂസ് ചെയ്യുക ഇൻഷാല്ല.
3 മന്ത് പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോവല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒരുപാട് ടൂൾസിലൂടെ ടാസ്കിലൂടെ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ റൈറ്റ് ചെയ്യാനുണ്ടാവും. അതൊക്കെ ചെയ്ത് വരുമ്പോഴേ ട്രാൻസ്ഫർമേഷൻ ആവുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഇത്രയും ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്, ഇല്ലേ? അല്ലേ? നമ്മൾ ബാക്കി അല്ലാതെ തന്നെ എത്ര സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലേ? എന്നിട്ട് നമുക്ക് കാര്യമായ വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ എന്താണ് ആ ഒരു വെറുതെ കേട്ട് പോകുന്നതിന് അപ്പുറത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ എഴുതി മനസ്സിലാക്കി പഠിച്ച് റിഫ്ലക്ട് ചെയ്ത് ബാഗ് കൊടുക്കണ്ടേ? ജസ്റ്റ് സെക്കൻഡ് കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ട്ടോ. ഇപ്പൊ നമ്മള് എന്താണ് നമ്മൾ കുറെ കാര്യങ്ങൾ മക്കൾക്ക് മൂല്യങ്ങൾ, വാല്യൂസ്, അതുപോലെ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി നോക്കില്ല. എസ്പെഷ്യലി നമ്മൾ നിസ്കരിക്കുക, നമ്മൾ തലമറക്കുക, നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആ മോറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് പോവാനൊക്കെ നമ്മൾ പ്രാക്ടീസസ് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 വയസ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ ഒന്നുകൂടി കോൺഷ്യസ് ആവാം. അല്ലെങ്കിൽ ഒന്നുകൂടി ആ ഒരു 10-15 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികളെ നിസ്കരിക്കണില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഡ്രസ്സ് ചെയ്യണില്ല, അങ്ങനെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ മക്കൾക്ക് കംപ്ലൈന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ആ സ്റ്റാർട്ടിങ്ങിൽ മുതൽ തന്നെ മക്കൾ ചെറിയ ഏജിൽ തന്നെ അവർ നമ്മളിൽ നിന്ന് കണ്ട് എന്ത് ചെയ്യണം, അവർ പ്രാക്ടീസ്, അവർ ഓട്ടോമാറ്റിക്കലി അവർ അകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ ഡെയിലി നിസ്കരിക്കുന്ന സാധനം അവർ കാണണം, നമ്മൾ ഖുർആൻ ഓതുന്നത് അവർ കാണണം, നമ്മൾ ദിക്ർ ചെല്ലുന്നവർ കാണണം, നമ്മൾ പ്രോപ്പറായി ഡ്രസ്സ് ചെയ്യുന്നത് അവർ കാണണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യും, അവരുടെ കോർ ബിലീഫ് ആയിട്ട് അത് മാറുകയും അവരത് ഓട്ടോമാറ്റിക്കലി അവരത് ഫോളോ ചെയ്ത് പോവുകയും ചെയ്യും. അല്ലാതെ നമ്മൾ അടിച്ചും ദേഷ്യം പിടിച്ചും ഷൗട്ട് ചെയ്തൊക്കെ നമ്മൾ നിസ്കരിപ്പിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതിപ്പിക്കുക, അല്ലെങ്കിൽ പ്രോപ്പർ ഡ്രസ്സിങ്, അതൊക്കെ നമ്മൾ അത്തരത്തിലൂടെ നമ്മൾ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എന്താവും, അത് ആ പെയിനിലൂടെ വരുന്ന സമയത്ത് പിന്നീട് അതിന്റെ ഒരു വെറുപ്പായി മാറും. ഓക്കെ. പിന്നീട് നിസ്കരിക്കാനായി തോന്നൂല, പിന്നീട് എന്താണ് പ്രോപ്പറായി ഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നൂല, തലമറക്കണം എന്ന് തോന്നൂല. അത്തരത്തിൽ നമ്മൾ ആ പെയിനിലൂടെ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ല കിട്ടുക, ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഒരിക്കലും അത്തരത്തിലുള്ള പെയിനിലൂടെ ഇത്തരത്തിലുള്ള മോറൽ ആയിട്ട് കാര്യങ്ങൾ മക്കളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കരുത്. നമ്മൾ വളരെ നല്ല രീതിയിൽ ഒന്നാമത് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പ്രാക്ടീസ് കൊടുക്കണം. ഇനി അങ്ങനെ പറ്റിയില്ല, കുറച്ചുകൂടി വലിയ മക്കളാണ് ഉള്ളതെങ്കിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ അവരെ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഷൗട്ട് ചെയ്തും അടിച്ചും നമ്മൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മൾ വിചാരിക്കരുത്, അത് നടക്കൂല. ഓക്കെ. അത് മേ ബി നമ്മളെ മുന്നിൽ അവർ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ആവൂല. സോ അതും കൂടെ നമ്മൾ മൈൻഡിൽ വെക്കാം. അപ്പം ഈ സ്റ്റൈലൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്കൊരു പുതിയൊരു പാരന്റിങ് സ്റ്റൈലിലേക്ക് നമുക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ് നമ്മുടെ റഹ്മ സ്പിരിച്വൽ പാരന്റിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ അവിടേക്ക് വെൽക്കം ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെയും എന്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. 3 മന്ത് പ്രോഗ്രാം ആയിരിക്കട്ടെ. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പതിയെ
അപ്ഡേറ്റ് ചെയ്യാം ഇൻഷാല്ല. നിങ്ങൾ കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ, ഇൻഷാല്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും സമയം നിങ്ങൾ എല്ലാവരും ഇരുന്നു എന്നുള്ളതാണ്. 1 അവർ കഴിഞ്ഞല്ലോ. അപ്പൊ അൽഹംദുലില്ലാ, ഇത്രയും സമയം എന്നെ കേൾക്കാൻ ഇവിടെ ഇരുന്ന ഓരോരുത്തർക്കും ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ, നിങ്ങൾ ഇവിടെ എന്നെ മുന്നിൽ ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റൂല. കേൾക്കാൻ ആളുണ്ടാവുമ്പോഴേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്നെ കേൾക്കാൻ ഇരുന്നതിൽ ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഇൻഷാല്ല, ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും ഇതുപോലെ വരാട്ടോ, ഇൻഷാല്ല. So thank you so much once again. So that's all for today. Bye. Assalamu alaikum.